ഇഷ്ടപ്പെട്ടല്ലേ? എനിക്ക് തോന്നി ഞാൻ പുതിയ ഷർട്ട് ഇട്ടുണ്ട് വരുമ്പോഴേ നിങ്ങളത് ചോദിക്കുമെന്ന് എനിക്ക് അറിയായിരുന്നു. എത്ര ആയിരിക്കും എന്ന് പറ. ചുമ്മാ പറയുന്നേ. ദാ ഈ തുണി ഒന്ന് പിടിച്ചോക്ക എന്നിട്ട് പറ. അല്ല തുണി തൊട്ടോക്കിയാൽ മനസ്സിലാവുന്നു കാര്യം. എന്നാ ശരി, ഓക്കെ. ഇനി പറ. ഒരു 3-4,000 rupees. ഗുഡ് ജോക്ക്, ഗുഡ് ജോക്ക്. 400 രൂപ കുമാർ ഷർട്ട്. നിങ്ങൾക്ക് വിശേഷ ദിവസം ഡ്രസ്സ് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഏരിയയിൽ വന്നിട്ട് ഒരു കോൾ ചെയ്താൽ മാത്രം മതി. കാറൊന്നും അകത്തേക്ക് പോയില്ല. ഇഷ്ടം പോലെ ഡ്രസ്സ് എടുക്കാം. ഗുഡ്. എന്തു പറ്റി? ഞാൻ നിന്നോടൊരു കഥ പറയാം. എനിക്കറിയാൻ വയ്യാത്ത കഥയോ? എന്നാ പിന്നെ അതൊന്ന് കേൾക്കണമല്ലോ. പറയേ. നീ പറഞ്ഞില്ലേ ഇപ്പൊ ഒരു കട, ഷോപ്പ്, സംതിങ് ലൈക്ക് ദാറ്റ്. ഒരു ചെറുക്കൻ കടയിൽ പോയി സെയിൽസ്മാനോട് ആ ഷർട്ട് എടുക്കുക ഈ ഷർട്ട് എടുക്കുക എന്ന് പറഞ്ഞു. ഹി വാസ് ടോട്ടലി കൺഫ്യൂസ്ഡ്. അയാൾ അവനോട് ചോദിച്ചപ്പോൾ 20 വർഷം മുമ്പ് അവന്റെ അച്ഛൻ്റെ കൂടെ വന്ന് ഒരു ഫ്ലോറസൻ ഗ്രീൻ ഫ്ലോറസൻ സർ കിളിപ്പച്ച കിളിപ്പച്ച ഷർട്ട് 100 രൂപ കൊടുത്ത് വാങ്ങാൻ ശ്രമിച്ചു. അന്ന് അവനെ കൊണ്ട് വാങ്ങാൻ കഴിയാത്തോണ്ട് ഇന്ന് അതേ 100 രൂപയും കൊണ്ട് വന്നിരിക്കുക ആ ഷർട്ട് വാങ്ങിക്കാൻ വേണ്ടി. ആരാ സാർ അവൻ? ശരിക്കൊരു മരമണ്ടനാണല്ലോ. അവനെ കൊണ്ടൊക്കെ കടയിൽ പോകാൻ പറ്റുമോ? പിന്നെ കടക്കാരൻ്റെ തലക്ക് പ്രാന്ത് പിടിക്കും. പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. ഒരു സ്ഥലത്തൊരു കുളം ഉണ്ടായിരുന്നു അത്ര. അവിടെ ഒരു ചെറുക്കൻ ഗ്ലാസ് കൊണ്ട് വെള്ളം കോരി കോരി കുടിച്ചോണ്ടിരിക്കുകയായിരുന്നു. അവനോട് ചോദിച്ചപ്പോ 30 വർഷം മുമ്പ് അവന്റെ മുത്തച്ഛൻ അതിനകത്തൊരു വെള്ളാരം കല്ലിട്ടത്രേ. ഗ്ലാസ് കൊണ്ട് വെള്ളം മുഴുവൻ കോരി കുടിച്ച് കുളത്തിലെ വെള്ളം വറ്റിച്ച് ആ കല്ലെടുക്കാൻ പോവാണെന്ന് പറഞ്ഞു. ഇന്ന് കാലത്ത് കൂടി അലഞ്ഞു നടക്കുന്ന ഒരു തെരുവുനായ വാതിൽ തുറന്നു കിടക്കണ കണ്ടപ്പോ അകത്ത് കയറി വന്നു. ചെട്ടിയാരെ, നിങ്ങൾ പറഞ്ഞിരുന്നാരെന്ന് എനിക്ക് മനസ്സിലായി. എവിടുന്നാടാ നീയൊക്കെ വരുന്നത്? എന്താണ് തുറച്ചു നോക്കുന്നത്? ഗുണ്ടായുസം കാണിക്കാൻ വന്നാണോടാ നീ? നിന്റെ അച്ഛനെ അപ്പൂപ്പനെ എല്ലാം എനിക്ക് അറിയാവടാ. എന്റെ അച്ഛനെ അപ്പൂപ്പനെയോ നിങ്ങളൊന്ന് കണ്ടതുകൊണ്ട് ഞാനൊന്നൊരു പാവപ്പെട്ടനായിട്ട് നിങ്ങളുടെ മുമ്പിലോ നിൽക്കുന്നത്. പാവപ്പെട്ടവൻ, ദ മോസ്റ്റ് മിസ്യൂസ്ഡ് വേർഡ് ഇൻ ദ ഡിക്ഷണറി. ഈ നാടിന്റെ ശാപം തന്നെ പാവപ്പെട്ടവരാണ്. ഒരു ഡെവലപ്മെന്റ് വർക്ക് ഇവിടെ നടത്താൻ പറ്റില്ല. ഒരു എയർപോർട്ട് ഉണ്ടാക്കിയാൽ പാവപ്പെട്ടവരെ ബാധിക്കും. ഒരു പൈപ്പ് ലൈൻ ഇടണമെങ്കിൽ പാവപ്പെട്ടവരെ ബാധിക്കും. ഒരു ഹൈഡ്രോ കാർബൺ പ്രോജക്ട് തുടങ്ങണമെങ്കിൽ അതും പാവപ്പെട്ടവരെ ബാധിക്കും. എന്ത് ഗതികേടല്ലേ? ഇന്ത്യ രാജ്യം പുരോഗമിക്കണമെങ്കിൽ ഒരു സിമ്പിൾ വഴിയുണ്ട്. നാട്ടിലെ പാവപ്പെട്ടവരെല്ലാം ഒരിടത്ത് വിളിച്ചുകൂട്ടി കത്തിച്ച് കളയണം. വന്നിരിക്കുന്ന കുറച്ച് ഉലുവയും കൊണ്ട് മോന്ത കണ്ട അറിയാം 1 കോടി രൂപ ആദ്യമായിട്ട് കാണുകയാണെന്ന്. നിങ്ങൾ പറഞ്ഞ ഈ 1 കോടി രൂപ ഞാൻ എങ്ങനെ ഉണ്ടാക്കിയെന്നറിയോ നിങ്ങൾക്ക്? പിടിച്ചു പുറത്താക്ക. പട്ടാപ്പകലിരുന്ന് മൂക്കറ്റം കുടിക്കുന്ന തെമ്മാടി. ആളെ വെച്ച് തന്നെയാണോ കേടി? ഞാനാണോ കേടി? അയ്യോ, പുതിയ ഷർട്ട് കയറിയല്ലോ. പണി പാളി. എന്താ പറഞ്ഞേ? പാവപ്പെട്ടവർ നിനക്ക് അത്രക്കങ്ങ് ശല്യമാണല്ലേ? കത്തിച്ച് കളയുന്നൊക്കെ ഈ പാവങ്ങൾ തന്നെയല്ലേ നിന്റെയൊക്കെ കമ്പനിയിൽ 1 രൂപ ഷാമ്പു, 2 രൂപ പൽപ്പൊടി, 5 രൂപ നൂഡിൽസ്, 10 രൂപ ടോപ്പ് ചെയ്യുന്നേ. എന്നാ പിന്നെ 1 രൂപ ടോപ്പ് ചെയ്യായിരുന്നല്ലോ. അതാവുമ്പോൾ മണിക്കൂറുകളോളം ചൊരണ്ട വേണ്ട. 10 രൂപ ടോപ്പ് ചെയ്താൽ പോലും അതിന് 3 രൂപ പിടിക്കാം. ആർക്കാ നഷ്ടം? വായിച്ച് തളിക്കില്ല നിങ്ങള്. എന്റെ പൂർവിക സ്വത്താണല്ലോ കണ്ട് കുറച്ച് സമാധാനമായിട്ട് സംസാരിച്ചപ്പോ തന്റെ പണത്തിന്റെ ഹുങ്കിയനോട് കാണിക്കണോ? തന്നെ കുക്കറിൽ വെച്ച് വേവിച്ചെടുക്കാൻ ഞാൻ. എന്തെന്തെന്താ കുറച്ചു നേരം മുമ്പ് തന്നോട് എന്തോ കഥ പറഞ്ഞല്ലോ. ഒരുത്ത 100 രൂപയ്ക്ക് പച്ചക്കളർ ഷർട്ട് അന്വേഷിച്ച് പോയെന്ന്. ദേ, അവനവന്റെ അച്ഛനോടുള്ള സ്നേഹം കൊണ്ട് അതേ പച്ച ഷർട്ട് അവൻ വാങ്ങിയിരിക്കോടാ. പിന്നെ ആരോ കുളം പറ്റിക്കാൻ പോയ കഥ പറഞ്ഞില്ലേ താൻ? അവൻ ഗ്ലാസ് കൊണ്ടല്ല, ഒരു സ്പൂൺ കൊണ്ട് ആ വെള്ളം മൊത്തം കോരി കുടിച്ച് കുളത്തിലെ വെള്ളം മുഴുവൻ തീർക്കും. അതാ നടക്കാൻ പോകുന്നത്. കണ്ടോ താൻ? അവസാനം എന്തോ പറഞ്ഞല്ലോ താൻ. വാതിൽ തുറന്നു കിടക്കുന്ന കണ്ടിട്ട് എന്തോ ഒന്ന് അകത്തേക്ക് കയറി വന്നെന്ന്. നായ. ആ നായയുടെ കാല് പിടിച്ച് താൻ ഒരിക്കലും അപേക്ഷിക്കോടോ. ഞാൻ തന്നേക്കാന്ന് പറഞ്ഞേ. വേണമെങ്കിൽ കുറിച്ച് വെച്ചോ. നീ എനിക്ക് എല്ലാം എഴുതി തരുമെന്ന് ഉറപ്പാ. എടുക്കടാ ബാഗ്. ആധാരം എടുത്തിട്ട് വാടാ. എടുത്തിട്ടുണ്ട്. ആ പേന എടുത്തോ. എടുത്തേടാ. അയ്യോ വേണ്ട വേണ്ട. ഇനി ഒരു കാര്യം കൂടി കേട്ടോ. ഇത് ഞാൻ എന്റെ ലൈഫിൽ വേറെ ആരോടും പറഞ്ഞിട്ടില്ല. എന്റെ ലൈഫിൽ ഞാൻ കണ്ടതിൽ വെച്ച് വൃത്തികെട്ട ക്യാരക്ടർ താൻ. വാടാ. സോറി അനിയ സോറി. വാ പോടാ. വാ, നമ്മളൊന്നും മിസ് ചെയ്തില്ലല്ലോ അല്ലേ? യൂസ്ലെസ് ഫെലോ.
എടാ 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 എന്താണ് സംഭവിച്ചത്? ഷട്ടലൊക്കെ നീ ഇങ്ങോട്ട് മാറ്. ചേട്ടാ ഇത് പിടിക്കുക, ഞാൻ വണ്ടി ഓടിക്കാം. വണ്ടി എടുക്ക്. നീ ആ മാനേജർ ഒന്ന് വിളിച്ചേ. ഈ പ്രായത്തിൽ ആരാടാ മിസ് കോൾ വിടുന്നത്? ഞാനും മിസ് കോൾ അടിക്കാൻ പോവാ. ഹലോ, എന്തിനാ മോനെ മിസ് കോൾ അടിച്ചത്? അതെ, ചെട്ടിയാർക്കൊരു മോളില്ലേ? അതേ മോനെ, ഈ ആയണി എന്നും പറഞ്ഞൊരു മോളുണ്ട്. ഒരേ ഒരു മോളല്ലേ? അതെ 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 അതെ. എന്താ? തിയേറ്റർ വാങ്ങിക്കാൻ ചെന്നപ്പോ അയാൾ ഒരുമാതിരി കളിയാക്കിയാ വിട്ടത്, അറിയാമോ? ഇനി നമ്മുടെ വഴിക്ക് കാര്യങ്ങൾ നീക്കിയാലേ വർക്കൗട്ട് ആവും. അവന്റെ മോളങ്ങ് പൊക്കാം. അയ്യോ മോനെ, ചെട്ടിയാരുടെ മോളെയോ? അത് വേണ്ട മോനെ, ഇതിനെന്നെ കൊണ്ട് കൂട്ടി നിൽക്കാൻ പറ്റില്ല മോനെ. ഈ ഐഡിയ നീ മറന്നു കളഞ്ഞേക്ക്. എന്നാ നിങ്ങൾ എന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് ഒരു വീട് എഴുതി വാങ്ങിച്ചില്ല, ആ വീട് മറന്നേക്ക്. മോനെ, നീ ആരോടും പറയരുത്. ആ പെണ്ണ് പാരീസിലാ പഠിക്കുന്നേ. വിടറ വണ്ടി പാരീസിലേക്ക്. ഹലോ, ആ ഞങ്ങൾ പാരീസിലെത്തി. ഇത്ര വേഗോ? അതെങ്ങനെയാ? അതിന് നേരായ വഴി കൂടെ വന്ന ഡീസൽ കുറെ ചിലവാന്ന് കരുതിട്ട് കുറുക്കുവഴി കയറിയാ ഞങ്ങൾ വന്നത്. പറ എവിടെയുള്ള? ഓ, എന്റെ വീട് പോകും. എടാ പെട്ടെന്ന് പറയാൻ പറയണ അവളെവിടെയാന്ന്. അവളെ ഉടനെ തന്നെ പോയിട്ടുള്ള കാര്യമുള്ളൂ. റെയിൽവേ സ്റ്റേഷൻ 4:45 കഴിഞ്ഞോട് നിക്കോ. പെണ്ണെവിടെ? വേഗം പറ. ആ പാരീസ് അല്ല മോനെ. എന്തോന്ന്? ഈ പാരീസ് അല്ലേ? പിന്നെ ഏത് പാരീസാ? എന്റെടാ ഇത് തന്നെയാണ് പാരീസ്. നീ അങ്ങോട്ട് നോക്ക്, ബോർഡ് കണ്ടില്ലേ? ഫ്രാൻസിലുള്ള പാരീസ്. പാരീസ് ഫ്രാൻസിലാണല്ലോ. ഞാൻ പറയുന്നത് വിദേശത്തുള്ളതാ. എന്തോന്നാണ് ഈ പറയുന്നത്? യൂറോപ്പിലുള്ള പാരീസ്. യൂറോപ്പിലുള്ള പാരീസോ? അവിടെ പോണമെങ്കിൽ ഫ്ലൈറ്റിലേ പോകാൻ പറ്റൂ. ഫ്ലൈറ്റിൽ പോണ പാരീസോ?
കാട്ടുന്ന സൂത്രങ്ങളും ഇവൻ കയ്യോ വെച്ചതെല്ലാം തീരും കില്ലാടിയായി. താരങ്ങളെ ഇവളുലകമോ, തീരങ്ങളെ ഇവളൊരു കഥയോ, ഭൂലോകം ഒന്നാകെ നീ മാറ്റുമോ, ഇത് മാറും വേഗം നോക്കിൽ മിന്നല. പാരിസ് മാനത്തൂടെ പറക്കാം പാരിസ്, പാരിസ് സ്വപ്നം കണ്ടോ ഇരിക്കാം പാരിസ്, പാരിസ് ലോകം ചുറ്റിക്കറങ്ങാം പാരിസ്, പാരിസ് വെട്ടിപ്പിടിച്ചടക്കാം. ഫോട്ടോ കണ്ടിട്ട് കാശ് മൊത്തം കാലിയാവുന്ന തോന്നുന്നു. ഇവിടെ താമസിച്ചാൽ ആ പെണ്ണിനെ കാണാൻ പറ്റത്തുള്ളൂ എന്ന് വക്കീല് പറഞ്ഞില്ലേ? 2 ദിവസം ഇവിടെ താമസിച്ച് പ്ലാൻ ചെയ്ത് അവളെ പൊട്ടിക്കൊണ്ടു പോകും. അവളുടെ റൂം കണ്ടുപിടിക്കാൻ തന്നെ 2 ദിവസം എടുക്കും. വാ, ഞാൻ ശരിയാക്കാം, വാ. പാരിസ് മാനത്തൂടെ പറക്കാം പാരിസ്, പാരിസ് സ്വപ്നം കണ്ടോ ഇരിക്കാം പാരിസ്, പാരിസ് ലോകം ചുറ്റിക്കറങ്ങാം പാരിസ്, പാരിസ് വെട്ടിപ്പിടിച്ചടക്കാം. വൗ, ബ്യൂട്ടിഫുൾ, മാർബിളസ്, വണ്ടർഫുൾ, അതിമനോഹരമായിരിക്കുന്നു. അയ്യോ, ജ്യോതി ഉണ്ടല്ലോ. ഇപ്പോൾ മകരവിളക്കിന്റെ ടൈമാണ്. എടാ, ഇതിനായിരുന്നോടാ നീ 15,000 രൂപയ്ക്ക് പിശിക്കിയത്? ഇത് 15,000 രൂപയുടെ കൊട്ടാരമാടാ, കൊട്ടാരം. നീ എന്തൊക്കെയാ പറയുന്നത്? ഇതിപ്പോ നമ്മുടെ നാട്ടിലായിരുന്നെങ്കിൽ 200 റൂം കിട്ടിയ ഈ പൈസ അറിയാമോ? കട്ടിലിൽ കിടന്ന് ഉറങ്ങുന്ന എന്തിനാണ് മോളിൽ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്? വെറും പോഷത്തരല്ലേ അത്? 2 പേര് താമസിക്കേണ്ട റൂമിൽ എന്തിനാ ഇത്ര വലിയ വാതിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? നീ ആലോചിച്ചതൊക്കെ? ഡാ, എന്റെ അപ്പനാണ് കാർപ്പൻറ്റർ. ഒന്ന് പോടാ അവിടുന്ന്. ഡാ, നീ എങ്ങോട്ടേ പോകുന്നേ? ഇവിടെ കിടന്നാ മതി. വല്ലാണ്ട് വിശക്കണ, പോയി കഴിക്കട്ടെ. നിന്നെ കൂട്ടിക്കൊണ്ടുവന്നത് ഞാനാ. എന്നോട് ചോദിക്കണം, നിനക്ക് എന്ത് തരണം, എപ്പോ തരണം, എങ്ങനെ തരണം എന്ന് എനിക്ക് അറിഞ്ഞൂടെ? എന്ത് മേടിച്ചു തരും? തുറന്നു നോക്ക്, നോക്ക്. ഇവൻ എന്നതാണോ അതിനകത്ത് മേടിച്ചു വെച്ചിരിക്കുന്നത്? പൊതിച്ചോറുണ്ടായിരുന്ന ഫ്ലൈറ്റിൽ തന്നെ വെച്ച് കഴിച്ചു. പിന്നെ വേറെ എന്നതാ അതിനകത്ത്? ഡാ, വിമാനം റാഞ്ചുന്ന ഡോണിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ വിമാനത്തിനകത്ത സാധനം റാഞ്ചുന്ന ഡോണിനെ ആദ്യമായിട്ട് കാണുക. നമുക്ക് വേണ്ടിയുള്ള ഭക്ഷണം പോണ വഴിക്ക് കഴിക്കാനാ. എല്ലാം ഒറ്റയടിക്ക് തീർക്കരുത്, വയററിഞ്ഞ് കഴിക്കേ. ഡാ, വരുന്ന വഴിക്ക് ഈ ബണ്ണ് തന്നെയല്ലേ തിന്നത്? ഇത് വെറും ലോക്കൽ ബണ്ണാ. ഹലോ, ആ എന്താ അമ്മേ? ആ ഇവിടെ എത്തി, റൂമൊക്കെ എടുത്തു. അല്ല അമ്മ എന്തൊന്നും മിണ്ടാത്തെ? എന്ത് കാര്യമാണ് നീ ചെയ്തത്? എന്താ അമ്മ, എന്താ കാര്യം എന്ന് പറ. ഓ, ഞാൻ ആ ഡ്രസ്സ് വാങ്ങിച്ച ബില്ലമ്മയ്ക്ക് മെസ്സേജ് ആയിട്ട് വന്നല്ലേ? 20,000 രൂപ ചെലവായാലേ എനിക്കും കുറച്ച് വിഷമമൊക്കെ ഉണ്ട്. എന്ത് ചെയ്യാനാ? ഡാ, കാശ് എറിഞ്ഞാലേ കാശ് കിട്ടത്തുള്ളൂ. ഞാൻ പറഞ്ഞ നമ്മയോട് പറ. ആ, കുറച്ച് നഷ്ടപ്പെടുത്തിയാലേ തിരിച്ചിട്ടു. എടാ കാട്ടുപോത്തെ, നീ തുണിയെടുത്തതിന് ചെലവായതേ 25,000 അല്ലടാ, 22,25,000 ആടാ. എന്താ ഈ പറയുന്നേ? ആ നാട്ടിലെ പൈസയുടെ മൂല്യടാ നോക്കേണ്ടത്. ബാങ്കിൽ ഇനി ഒരു ചില്ലി കാശ് പോലും ഇല്ല. എല്ലാ അവന്മാരും തിരിച്ചു പിടിച്ചോണ്ട് പോയടാ എന്റെ പൊന്നു മോനെ. അമ്മ എന്താ ഈ പറയുന്നേ? ഡ്രസ് എന്തിനാടാ 10-12 ലക്ഷത്തിനെടുത്തേ? ഡ്രസ് 12 ലക്ഷോ? 5-8 ഡ്രസ്സിന്റെ വില നോക്കിയാൽ 1.5 ലക്ഷം ആയിട്ടുള്ളൂ. ഞാന് അടുത്ത 2-3 ഡ്രസ് എടുത്ത് നോക്കിയപ്പോൾ 10 ലക്ഷല്ലേ അതിന്റെ വില വന്നിരിക്കുന്നത്. പാരീസ് കോട്ട്, യോ യോ ബ്യൂട്ടിഫുൾ. 10 ലക്ഷോ? തുണി വാങ്ങി ഈ കുടുംബം നാശമാക്കിയതും പോരാഞ്ഞ് നീ 10 ലക്ഷം രൂപയുടെ റൂമും കൂടി എന്തിനാണ് എടുത്തേക്കുന്നത്? ആ കാശുണ്ടായിരുന്നെങ്കിൽ വീട് പണിയായിരുന്നല്ലോടാ ചുങ്ക. അവസാനം നിന്റെ അച്ഛനും മുത്തശ്ശനും ചെയ്ത അതേ പണി തന്നെയല്ലടാ നീയും ചെയ്തുകൊണ്ടിരിക്കുന്നത് ചുങ്ക. ഇതുകൊണ്ടല്ലടാ നിങ്ങൾ വിദേശത്തേക്കൊന്നും പോവണ്ടെന്ന് പറഞ്ഞത്. ഈ അമ്മ പറഞ്ഞത് അനുസരിക്കാതെയല്ലടാ നീ അവിടേക്ക് എഴുന്നള്ളിയത്. നീ വേഗം ഇങ്ങോട്ട് കെട്ടിയെടുക്ക ചുങ്ക. വാടാ, ആ പഴയ കണ്ടക്ടർ ജോലി മതിയടാ. വിസിലൂതി സമ്പാദിക്കാൻ മോനെ. ചക്കരെ കുട്ട കണ്ണ. അമ്മ ഫോൺ വെക്കേ. അമ്മ ഫോൺ വെക്കമ്മേ. ഇനി ഒരു 10 പൈസ പോലും അമ്മയുടെ പോവില്ലമ്മ. അമ്മ ഫോൺ വെക്കമ്മേ. ഈ കുടുംബത്തെ രക്ഷിക്കടാ, പേര് വഴിയിലാക്കലടാ മോനെ. അമ്മ വെക്ക് ഫോൺ. എത്ര രൂപക്കാണ് ഈ കോട്ട്? എത്ര രൂപക്കാണ് ഈ കോട്ട് വാങ്ങിച്ചത്? പറടാ. ജസ്റ്റ് ബോട്ടം 4,000, ഇൻ ബോട്ടം 4,000, പിന്നെ ലൈനർ 5,000. ലൈനറാ? എന്ന് വെച്ചാ എന്താടാ? ഈ തൊപ്പിക്കാടാ. മൊത്തം എത്രയെന്ന് പറയടാ. മൊത്തം ജസ്റ്റ് 30,000. അത് ഈ നാട്ടിലെ കാശാടാ. നമ്മുടെ നാട്ടിൽ എത്ര രൂപയെന്ന് അറിയാൻ നിനക്ക്? 10 ലക്ഷത്തിന്റെ കോട്ടാ. 10 ലക്ഷത്തിന്റെ കോട്ട്. 10 ലക്ഷം കൊണ്ട് തുറച്ചു.
നീ അയ്യോ 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 എന്റെ ജീവിതം തകർത്തില്ലടാ നീ നാശമാക്കില്ലടാ അയ്യോ അയ്യോ ഡോ, ഡോ, ഡോ. എന്നെ മുടിപ്പിക്കാൻ വേണ്ടി വന്നതാണോടാ നീ കാണാമടാ അത് സ്വർണ്ണക്കപ്പല് അത് താഴെ ഇവിടെ എത്ര എമൗണ്ട് കൊടുക്കണം അറിയാവോ? ചുമ്മാ അബദ്ധമൊന്നും കാണിച്ചേക്കല്ലേ. സോറി 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 പെട്ടി പെട്ടി പെട്ടിയെടുക്ക് പെട്ടിയെടുക്ക് അയ്യോ ഇനി ഞാൻ എന്ത് ചെയ്യും? എങ്ങോട്ട് പോകും? മൊത്തം കാശും തൊലച്ചല്ലോ ഭഗവാനെ. എന്റെ കാശ് ആ കാശ് സമ്പാദിക്കാൻ ഞാൻ എന്തൊരു കഷ്ടപ്പെടുന്ന കാലമാടാ. ആ കാശ് തൊലച്ചിലാണ് ദുഷ്ട കാലമാടാ. നമ്മുടെ നാട്ടിൽ നിന്ന് സമ്പാദിച്ച കാശൊക്കെ വെള്ളക്കാർ കൊണ്ടുപോയല്ലോ ഭഗവാനെ. ഞാൻ ചോദിച്ചാൽ എന്താണ് തെറ്റുള്ളത്? വേണ്ടല്ലോ മയക്ക് മരുന്ന് കഴിച്ചാൽ നീ ഒരു ദിവസത്തേക്ക് ഓർമ്മളൂ. ഞാൻ അടിച്ചു കഴിഞ്ഞാൽ 3 ദിവസം നീ എഴുന്നേക്കില്ല. ആ പെണ്ണിനെ പൊക്കുന്നു പെട്ടിലാക്കുന്നു പോകുന്നു. വാ ഇതിനും ഭേദം നാട്ടിൽ തന്നെ നിൽക്കുമായിരുന്നു. ഒരു പെണ്ണിനെ കിഡ്നാപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ പ്ലാൻ ചെയ്യണം. ആ കാശ് പോണ വിഷമത്തിലേക്ക് കരച്ചിൽ വരുവാ. ഇന്ന് ഞാൻ അവളെ ചവിട്ടി കൂട്ടി പെട്ടിലാക്കി കൊണ്ടുപോയില്ലെന്നുണ്ടെങ്കിൽ എന്റെ പേര് ചുങ്കായെന്നല്ലോടാ ഞാനിപ്പോ. ഇത്രയും വലിയ ദേശത്തിൽ നിന്ന് ഞാൻ കണ്ടിട്ട് പോലും ഇല്ലല്ലോടാ. ഇങ്ങനെ ആ പെണ്ണിനെ കിഡ്നാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോ ആ പെണ്ണ് ചത്താൽ നീ ഓത്താ ഞാനും ഓത്തോ. പിന്നെ നമ്മളെ ആര് വന്ന് രക്ഷിക്കൂടാ? ജുങ്ക ജുങ്ക എനിക്ക് വരുന്ന ആ ദേഷ്യത്തിന് ആ പെണ്ണിനെ എടാ ആ കുട്ടിനെ ആവശ്യമില്ല. ഞാൻ പറയുന്നത് കേക്ക്. റൂമിൽ പോയിട്ട് നല്ലപോലെ ആഹാരം കഴിച്ചിട്ട് നമുക്ക് ആലോചിക്കാം. ഞാൻ വല്ല പറയണോ? നീ എന്തിനാ ദേഷ്യപ്പെടുന്നത്? എടാ ജുങ്ക മുട്ടെ നീ മുട്ടുന്നു അവള് വാതിൽ തുറക്കുന്നു. അവളെ പിടിച്ച് പെട്ടിലാക്കി നമ്മൾ കൊണ്ടുപോകുന്നു. മുട്ട വാതല്ലേ മുട്ട് മുട്ടിയാൽ തുറക്കപ്പെടുന്നതാണ്. മുട്ട് ഇവരാരാ? റൂം സർവീസ് ആണോ? അതോട്ടേക്ക് നീ മുട്ട്. ജുങ്ക 4 പേരും ഉണ്ടല്ലോടാ. അത്രയല്ലേ ഉള്ളൂ. നീ കഥകി മുട്ട്. എടാ 8 പേര് വന്നിട്ടുണ്ടല്ലോ. ഇതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യണ്ട. എത്ര പേര് വന്നാലും ഞാൻ നോക്കിയോളാം. നീ കഥകി മുട്ട്. ഇനിയും തട്ടിയ 16 പേര് വരൂടാ. ഇവന്മാരോട് സോറി പറഞ്ഞിട്ട് ഓടി രക്ഷപ്പെട്ടാലോ? സായിപ്പന്മാര് വെറുതെ വിടുവാടാ. എന്ത് വന്നാലും നേരിടും. മുട്ര. ശരി. അവന്റെ കണ്ണ് അങ്ങോട്ടും ആണല്ലോ ദൈവമേ. വാട്ട്? 4ാമത്തെ നിലയിലോട്ട് പോണം. അറിയാതെ 3ാമത്തെ നിലയിൽ വന്നു പോയതാ. ഹേ മലയാളിയാ? യെസ്. നാട്ടിലെവിടെയാ? ആലുവ. ആലുവയോ? ആലുവയിൽ എവിടെ? നിങ്ങൾ വരാപ്പുഴ, ഞങ്ങൾ ആലുവാപ്പുഴ. അതുകൊണ്ട് കുറച്ച് ഡിഫറൻറ്റ് ഉണ്ട്. പക്ഷെ ഞങ്ങളുടെ തെറ്റല്ലത്. ഇറ്റ്സ് ഓക്കെ. എന്ത് കാര്യത്തിനാ ഇവിടെ പാരീസ് വന്നിരിക്കുന്നത്? ഇത് ഞങ്ങളുടെ പ്രൊഡക്ഷൻ മാനേജരാ. ലൊക്കേഷൻ ഒക്കെ ഒന്ന് നോക്കാൻ വന്നതാ. ഓ ഓക്കെ ഓക്കെ. പേരെന്താ? യോയോ. Nice name. And I really like that hairstyle by the way. Yeah, thank you. Put the guns down. They're from my country. ഇവരെന്തിനാ പന്തം കൊണ്ട പിരിച്ചഴിയെ പോലെ നോക്കി നിൽക്കുന്നത്? പെങ്ങളെ ഇവനോട് ഈ തോക്ക് താഴ്ത്തി പിടിക്കാൻ പറ. Sorry. John Bo, neutralise sahib mafo. Non, je le sens pas. അയ്യോ. Sibo, bissi votre hum. താഴോട്ട് പിടിക്കടാ. നീ ഞങ്ങളുടെ ഏരിയയിൽ എങ്ങനെ വലിച്ചു കയറി താഴെ പിടിച്ചത്? I'm so sorry. Okay. Actually ഈ വീക്കെൻഡ് ബർത്ത്ഡേ സെലിബ്രേഷൻ ഉണ്ട്. സോ എന്റെ സേഫ്റ്റിക്ക് വേണ്ടി അച്ഛൻ ഈ പേഴ്സണൽ സെക്യൂരിറ്റീസ് ഒക്കെ വെച്ചിരിക്കുന്നത്. സോ 4th ഫ്ലോർ പോവാണെങ്കിൽ ലൈറ്റിൽ പോയാൽ മതി. അവിടെ ലിഫ്റ്റ് ഉണ്ട്. Got it? Okay. Right. ആയിക്കോട്ടെ. Bye. അവളുടെ അച്ഛൻ നമ്മളോട് കൊടും ചതിയാടാ ചെയ്തേ. അതെടാ 8 പേരല്ലേ തോക്കോട്ട് വന്നത്. ഛേ അതൊന്നും അല്ലടാ. എന്നെ കുറിച്ച് നിനക്ക് അറിയാവുന്നതല്ലേ. എന്തെങ്കിലും ഒരു കാര്യം കണ്ടാൽ ഞാൻ അപ്പൊ തന്നെ എന്റെ മനസ്സിൽ പതിയൊന്ന്. അതുപോലെ അവളുടെ വീട്ടിൽ വെച്ചിരുന്ന ഫോട്ടോ എന്റെ മനസ്സിൽ അല്ലല്ല അതിനും മാത്രം വലിയ കാര്യമായിട്ടൊന്നുമില്ല. വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ നേരിട്ട് ആ പെണ്ണിനെ കണ്ടപ്പോഴുണ്ടല്ലോ എന്തുവാ കണ്ണിന്റെ ആക്ഷനാടാ. അതൊരു കണ്ണാണോടാ. ഇനിയൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ലടാ. മറ്റുള്ളവരെ മൊത്തം ചതിച്ചിട്ട് മോളെ വിമാനത്തിൽ ഇങ്ങോട്ട് അയച്ചു. എടാ
നമുക്ക് തിയേറ്ററല്ലേ പ്രധാനം. അതേടാ, തിയേറ്റർ തന്നെയാണ് എനിക്ക് പ്രധാനം. അതിൽ നിന്ന് എന്റെ ശ്രദ്ധ ഇങ്ങോട്ട് മാറില്ല. ഇനി ഒരു പക്ഷേ ഞാൻ അങ്ങനെ തന്നെ ഡൈവേർട്ടായിരിക്കട്ടെ. അത്ര ഉള്ളന്നേ. ഉദാഹരണത്തിന് നീയോ മറ്റാര് പറഞ്ഞാലും ഞാൻ അത് അനുസരിക്കണമെന്നില്ല. ശരി. എന്നാലും നീ പറഞ്ഞോ, ജുങ്ക സ്റ്റഡി എന്ന് പറഞ്ഞാ ഞാൻ അപ്പം റെഡിയാവും. ചുമ്മാ ഇപ്പോ ആ പെണ്ണ് അവിടെ നിൽക്കുക, ഞാൻ അങ്ങനെ തന്നെ ഡൈവേർട്ടായെന്ന് വെച്ചോ. ഇനി പറ. ജുങ്ക സ്റ്റഡി റെഡി. ഇതൊക്കെ ആരാണ് ഇവന് പറഞ്ഞു കൊടുക്കുന്നത്? നീ വന്നോ? ഈ ഡ്രസ്സ് പുതിയതാണല്ലോ, എപ്പെടുത്തതാ? എടാ ഇതൊക്കെ ഇവിടെ ഉണ്ടായിരുന്നാ? ബാത്റൂമിൽ കിടന്നാ ഫ്രീ? അങ്ങനെയാണെങ്കിൽ ഓക്കെ. ഞാൻ എന്നിട്ട് കണ്ടില്ലല്ലോ. എന്റെ ദൈവമേ, ഇവന്റെ കയ്യിൽ നിന്ന് എന്നെ കാത്തു രക്ഷിച്ചേക്കണേ. Who this disturbance? Come here. Il y a un invité pour vous. Hi. Junga, welcome to Paris. Nice to see you. എന്തൊക്കെയുണ്ട് വിശേഷം? ഇങ്ങനെയാണെങ്കിൽ നല്ല സുഖമായിരിക്കും. ജുങ്ക 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 വീട് ജുങ്ക വീടാണല്ലേ പറഞ്ഞു? ജുങ്കേ അവനല്ല, ഞാനാ. അവനെ കെട്ടിപ്പിടിച്ച ആദ്യത്തെ പെണ്ണാ നീ. അപ്പൊ നിങ്ങളല്ല ജുങ്ക എങ്കിൽ എന്താ ആദ്യം പറയാഞ്ഞേ? ഇദ്ദേഹം വേസ്റ്റ് ചെയ്യുന്ന സമയങ്ങളെല്ലാം ഞാൻ അപ്പോഴേ ഫില്ല് ചെയ്തോണ്ടിരിക്കും. ഇവൻ എന്റെ അസിസ്റ്റന്റ്. ഹായ് ജുങ്ക, ഐ എം കാൽക്കി. ഹായ്. നമസ്കാരം. നമസ്കാരം, പറഞ്ഞോളൂ. മാനേജർ സുകുമാരനാണ് എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. അദ്ദേഹം എന്റെ അച്ഛന്റെ ക്ലോസ് ഫ്രണ്ടാ. ഞാൻ നിങ്ങൾക്ക് എന്താ ഹെൽപ്പാ ചെയ്യേണ്ടത്? ഞാനിവിടെ ഷൂട്ടിങ്ങിന് വേണ്ടി ലൊക്കേഷൻ നോക്കാൻ വന്നത്. അതിന് നിങ്ങളുടെ ഹെൽപ്പ് ആവശ്യമാണ്. ഡയറക്ടർ ആണോ? പ്രൊഡക്ഷൻ മാനേജർ. പ്രൊഡക്ഷൻ മാനേജറിന് ഇത്രയും കോസ്റ്റ്ലി ഹോട്ടലോ? ഞങ്ങളുടെ മലയാള സിനിമയിൽ പ്രൊഡക്ഷൻ മാനേജർക്കാണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത്. റിയലി? അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഞങ്ങൾ രാത്രി പ്ലാൻ ചെയ്തിട്ട് പ്രോഗ്രാം എന്തെന്ന് കാലത്ത് പറയാം. വേണ്ടത് എന്താന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തു തന്നാൽ മതി. ഇടയ്ക്കിടയ്ക്ക് ലൊക്കേഷൻ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും, അതിനനുസരിച്ച് അലർട്ട് ആയിരിക്കണം. ഓക്കെ അല്ലേ? ഓക്കെ. മാനേജർ പറഞ്ഞു കേട്ടല്ലോ, അത് നീ ഫുള്ള് ഫോളോ ചെയ്തോണം. ഓക്കെ? ഒന്നടങ്ങ്. എന്നാ ശരി, കളിക്ക്. Oh no. Bye. ഓക്കെ. എനിക്ക് നിന്നെ ഇഷ്ടല്ല. അതെന്താണ് ഇഷ്ടപ്പെടാത്ത? കാക്ക കുളിച്ചാ കൊക്കാവില്ലടാ. Hey everyone, it's my birthday next week and well, I have a great plan. You could celebrate right from tomorrow. I think grandest place in Europe and that Paris, Opera House. So join me. Let's have a blast. See you there. കൽക്കി, ഷൂട്ടിങ്ങിന് ഗ്യാസ് ബോംബ് കുറച്ച് വേണം. എൻ്റെ കൂടെ പർച്ചേസ് ചെയ്യാൻ വരാമോ? Bonjour. Bonjour, on cherche une bombe lacrymogène, des bombes à gaz. Vous avez ça? Je peux voir s'il vous plaît? Oh no. അതവിടെ വെക്ക്. താഴെ ഇറക്ക്. പറയുന്ന കേക്ക്. എന്തുവാണ് ഈ പറയുന്നേ? ഇതിന്റെ വില എത്രയെന്ന് ചോദിക്കും. സിക്കമി s'il vous plaît. 5 000 euros. നമ്മുടെ നാട്ടിലെ ക്യാഷിന് 4 ലക്ഷം. ഓക്കെ ആണോ? ഇത് ശരിയാവില്ല, വാ നമുക്ക് പോയേക്കാം. എനിക്കാണെങ്കിൽ 5% ഡിസ്കൗണ്ട് തരും. ചോദിക്കട്ടെ? ഇങ്ങനെയുള്ള ഡയലോഗൊന്നും എൻ്റെ അടുത്ത് വേണ്ട. എത്ര കാശ് മുടക്കിയ പടം എടുക്കുന്ന അറിയാമോ? ഈ പടത്തിന്റെ ബഡ്ജറ്റ് എന്താണെന്ന് അറിയാമോ? എന്ത് 5%, 10% എന്നൊക്കെ പറഞ്ഞ് ചീപ്പായിട്ട് സംസാരിക്കുന്നത്? എന്റെ ഫാമിലിയെ പറ്റി അറിയാമോ നിനക്ക്? പോയി കാറി പോയിരിക്കും. പോ. ഗോ സീറ്റ് കാർ ഗോ. ഇട്ട് കളയടാ, വെറുതെ എന്തിനാ വിഷയം ഉണ്ടാക്കുന്നത്? എന്താടാ മുട്ട, പളനി പോയി മുട്ട അടിച്ചാണോ? അതിപ്പോ പുട്ട് ദിസ് എത്ര ഏരിയ കവർ ചെയ്യുന്നവരോട് ചോദിക്കേ. എടാ ഇത് ബ്ലാസ്റ്റ്, പിന്നെ ആകെ പുക, പിന്നെ പാരീസ് ഏരിയ മുഴുവൻ കവറിങ്. Qu'est-ce qu'il raconte lui là? Je pense qu'on doit la fumer du volume que ça va remplir. 19 cubic meters to cover this room? ഓക്കെ, ഫുള്ളായിട്ട്. ഓക്കെ ഡൺ. അതെ, കൊള്ളാം. You pay first. മണി, ഐ എം ഹിയർ, ഡോണ്ട് വെറി. മണി വിൽ കം, ഡോണ്ട് വെറി. ടേക്ക് ഇറ്റ്. ഇത് 2 നീ പിടിക്കേ, ബാക്കി 2 ഞാനെടുത്ത് കീസയിലിട്ടോളാം. അതിലൊരെണ്ണം ഓപ്പൺ ചെയ്തിട്ട് നമ്മളോട് കാശ് ചോദിച്ചില്ലേ, അവന്റെ കണ്ണിലോട്ട് അടിക്കേ. പറഞ്ഞോ. ഹാപ്പി ബർത്ത്ഡേ. തോയോ.
എന്ന പാട്ടിലൂടെ ഒരു ദിവസം കൊണ്ട് ഫേമസ് ആയി തീർന്ന മോയിൻറ്റു ദിനേശ്. Hey, ഇതാ ആ that's കലാകാരൻ Ludicria. വീണ്ടും നിങ്ങളുടെ മുമ്പിൽ. Stop the car. Ouvli path. Ouvli path. Madame, on n'a pas le temps. Madame, on doit aller à l'opéra. Please, ne partez pas. I have to go. It's my favorite song, Ludicria. Please, ne partez pas, please. Madame, s'il vous plaît, ne partez pas. Don't follow me, okay? എന്താടാ ഇത്? വാടാ, എടാ ഇങ്ങോട്ട് വാടാ, എടാ വരാൻ. നിനക്ക് ഇത്രയും കഴിവുണ്ടായിരുന്നോ? അതെ ചേട്ടാ. ചക്കരെ, നിന്നെ അവൻ കളിയാക്കിയതാടാ. സത്യമല്ലേ അവൻ പറഞ്ഞേ? നീ പാടിക്കോടാ.
മാറ്റിക്കിടുവേ. എന്താ പറ്റിയത്? ആ പെണ്ണിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാണല്ലോ. ജുങ്ക ജുങ്ക ഒരു പ്രധാനപ്പെട്ട എന്താ? കാര്യം. വല്ലാണ്ട് വിശക്കുന്നടാ. എന്താ പറഞ്ഞേ? എന്താന്ന്? ഓക്കെടാ, എന്താ? ഞാൻ പട്ടിണി കിടന്നോളാം. ഓക്കെ ഓക്കെ, വേണ്ട വേണ്ട. ആ പെണ്ണിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാ അയ്യോ അയ്യോ എന്തോരം കഷ്ടപ്പെടുവാ ഞാൻ. അമ്മേ. ജുങ്ക 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 ഇങ്ങോട്ട് നോക്കിക്കേ. എല്ലാ സാധനവും ഞാൻ എടുത്തിട്ടുണ്ട്. അമ്മ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് തിരിച്ചു പോയേക്കടാ ജുങ്ക. ഉടനെ തന്നെ റിട്ടേൺ ടിക്കറ്റ് ബുക്ക് ചെയ്ത് പോയേക്കാടാ. ഇങ്ങോട്ട് നോക്കിയേ, നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് തീറ്റേണ്ട ആവശ്യമില്ല. എങ്ങനെയാലും ഒരു കേബിൾ TV സെറ്റപ്പ് ചെയ്ത് നമുക്ക് ജീവിക്കാലോ. ആദ്യം നാട്ടിലോട്ട് പോടാ. കറക്റ്റല്ലേ പറഞ്ഞത്? അങ്ങനെയല്ലേ? എന്ത്? ചെട്ടിയാർക്ക് വേഗം ഫോൺ ചെയ്യടാ. വിളിക്കടാ. സർ, കോൾ ഫ്രം പാരീസ്. ആ സുഖമാണോ ചെട്ടിയാരേട്ടാ? ആരാണെന്ന് മനസ്സിലായോ? ഹു ഇസ് ദിസ്? ജുങ്ക ഫ്രം പാരീസ്. നിങ്ങളുടെ മോളെ കാണാൻ നല്ല കോഴിക്കോട് ഹൽവ പോലെയാ. അതുകൊണ്ട് ഞാൻ അവിടെ അങ്ങ് പൊക്കിയത്. എടാ, എന്താ നീ പറഞ്ഞ? ബിസിനസിന്റെ കാര്യം പറയുമ്പോൾ എന്തിനാ ടെൻഷൻ ആവുന്നേ? അന്ന് മര്യാദക്ക് ഒന്ന് ചോദിച്ചപ്പോൾ കലിപ്പിലായിരുന്നല്ലോ ഇയാള്. പറഞ്ഞതല്ലേ അന്നേ അടിവരായിട്ട് പറഞ്ഞത് മറന്നോ? തിരിച്ച് തിയേറ്റർ എന്റെ പേരിൽ തന്നെ എഴുതി തരുമെന്ന്. എന്റെ മോളുടെ കയ്യിൽ ഫോൺ കൊടുക്ക. അതൊക്കെ പഴയ സ്റ്റൈലല്ലേ ചെട്ടിയാരെ? തന്റെ മകളോട് തനിക്ക് സംസാരിക്കണമെങ്കിൽ ആദ്യം എൻ്റെ അമ്മയോട് എനിക്ക് സംസാരിക്കണം. മോനെ ചക്കര ജുങ്ക, നമ്മുടെ തിയേറ്റർ അവർ നമുക്ക് എഴുതി തന്നു, നീ അങ്ങയുടെ മകളെ തിരിച്ചു കൊടുത്തേക്കുന്ന എൻ്റെ അമ്മ എന്നോട് പറയണം. അതിനുശേഷം നിങ്ങൾ അച്ഛനും മകൾ എന്ത് സംസാരിക്കുന്നോളോ എനിക്കറിയില്ല. അത് നിങ്ങളുടെ പേഴ്സണൽ കാര്യം. നീയും നിന്റെ ഒരു തിയേറ്ററും എടുത്തോ. ഫോൺ എന്റെ മോളുടെ കയ്യിൽ കൊടുക്ക. ആദ്യം രജിസ്ട്രേഷൻ, ശേഷം മതി മകളോട് സംസാരം. മനസ്സിലായോ? ഇവിടെ ഫ്രൈഡേ ഈവനിങ് എങ്ങനെ രജിസ്ട്രേഷൻ നടക്കും? ഓക്കെ, അങ്ങനെയാണെങ്കിൽ സാറ്റർഡേ സൺഡേ ലീവ് എടുത്തോ. മൺഡേ മോർണിംഗ് തിയേറ്റർ എൻ്റെ അമ്മയുടെ പേരിലേക്ക് എഴുതി വെച്ചേക്ക്. ഡീൽ ഓക്കെ അല്ലേ? ആ പിന്നെ ചെട്ടിയാരെ, 2 ദിവസം സമയമുണ്ട്. മീഡിയനെ പോലീസിനൊന്നും അറിയിക്കാൻ നിൽക്കണ്ട. നല്ലൊരു അച്ഛനാവും നോക്ക്. ജുങ്ക, നിനക്ക് എന്നെ കുറിച്ച് ശരിക്കും അറിയില്ല. ഗിവ് ദ ഫോൺ ടു മൈ ഡോട്ടർ. ആദ്യം നിങ്ങൾ ആ തിയേറ്റർ എൻ്റെ അമ്മയുടെ പേരിലോട്ട് എഴുതി വെക്കാനുള്ള പരിപാടി ചെയ്യേ. അതുവരെ നിങ്ങൾ എൻ്റെ അമ്മയെ നന്നായിട്ട് നോക്കിക്കോ, ഞാൻ നിങ്ങളുടെ മകളെയും നന്നായിട്ട് നോക്കിക്കോളാം. അത്രേ ഉള്ളൂ. നിനക്ക് ഇതിന്റെ സീരിയസ്നെസ് ശരിക്കും മനസ്സിലായിട്ടില്ല. എന്തോ നീ സംസാരിക്കുന്നത്? ഫോൺ വെക്കാൻ. എടാ, എന്തുവാടാ ഈ പറഞ്ഞേ? ആ കൊച്ചു നമ്മുടെ കയ്യിലില്ലല്ലോ. അതവിടെ നിൽക്കട്ടെ. പെൺകുട്ടി ഇല്ലാതെ? അത് അയാൾക്കറിയില്ലല്ലോ. അതിന് 2 ദിവസത്തെ സമയം ചോദിച്ചിട്ടുണ്ട്. അതിനുള്ളിൽ ആ പെണ്ണിനെ കണ്ടുപിടിക്കണം. ഹലോ, ജുങ്ക എന്നൊരാളെ സംശയിക്കുന്ന ഇന്ത്യൻ എംബസിയിൽ നിന്ന് റിപ്പോർട്ട് വന്നു. തട്ടിക്കൊണ്ടുപോയ ആ പെൺകുട്ടിയുടെ അച്ഛൻ അവളുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. ഇവനാണ് ജുങ്ക. ആ പെണ്ണിനെ തട്ടിക്കൊണ്ടുപോയിരിക്കുന്ന ഇവനാണ്. സർ, ഫ്രഞ്ച് പോലീസും ജുങ്കയാണ് കിഡ്നാപ്പ് ചെയ്തതെന്ന് കൺഫേം ചെയ്തിട്ടുണ്ട്. ജുങ്ക ജുങ്ക, എടാ ഹോട്ടലിന് ചുറ്റും പോലീസ് വളർന്നിട്ടുണ്ടടാ. എന്റെ പൊന്നു മുത്തച്ഛ, പണ്ടാറക്കാലം വേണ്ടിട്ട് ഓടിക്കാണല്ലോ. എടാ നിന്നെ ഞാൻ മോനെ ചക്കരേ കണ്ണാ, സുഖാണോ മോനെ നിനക്ക്? 2 ദിവസത്തിൽ എങ്ങനെയാടാ? ഇന്നെന്താ വെള്ളിയാഴ്ചയാണോ? ശനി ഞായർ തിങ്കളാഴ്ച ചെയ്യാം. അയാളുടെ വീട്ടിൽ പോയിട്ട് അവിടെ താമസിക്കണം. തിയേറ്റർ എഴുതി വാങ്ങാനുള്ള കാര്യങ്ങൾ പെട്ടെന്ന് നിൽക്കണം. കറക്റ്റ് ആയിട്ട് ചെയ്യണമെല്ലാം. എവിടെയാ തള്ള? ജുങ്ക ചെട്ടിയാരുടെ മോളെ പൊക്കിന്ന്. എന്റെ പേരക്കുട്ടിയാടി ചീറ്റപ്പുലി. അവൻ പേടിച്ച് ദാടി സ്കൈപ്പിൽ അവനെ ഒരു ഉമ്മ കൊടുക്കട്ടെ ഞാന്. മോനെ അമ്മയോട് പറഞ്ഞ പോലെ തന്നെ ചെട്ടിയാരുടെ മോളെ പൊക്കിയല്ലോ. ചെട്ടിയാരുടെ മോളെ പൊക്കിയിട്ടില്ല, പക്ഷെ പൊക്കിയതുപോലെ തന്നെയാ. നീ എന്തായി പറയുന്നേ? അമ്മ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അമ്മയാണ് സത്യോളെ പൊക്കാൻ വേണ്ടി തന്നെ വന്നത്. വേറെ ആരെ പൊക്കിക്കൊണ്ടോ? ഞാൻ എന്ത് ചെയ്യാനാ? അതെങ്ങനെയാടാ? അമ്മേ ഇങ്ങോട്ടൊന്നും പറയണ്ട, ഞാൻ പറയുന്നത് ചെയ്യാൻ നോക്ക്. അമ്മയ്ക്ക് പേടിയാണെന്നുണ്ടെങ്കിൽ മുത്തശ്ശിയും കൂട്ടിക്കോണെങ്കിൽ മുത്തശ്ശി പേടിയില്ലാതെ എല്ലാം കൈകാര്യം ചെയ്തോളൂ. മുത്തശ്ശിയോട് ഞാൻ ആ പെണ്ണിനെ പൊക്കിയ കാര്യമൊന്നും പറയണ്ട.
പിന്നെ മുത്തശ്ശിയും പേടിക്കും. എല്ലാം കുളമായി പോവും. എത്ര വലിയ വെള്ളപ്പൊക്കം വന്നാലും പിടിച്ചു വെക്കണം. മുഖത്തുള്ള കോൺഫിഡന്റ് കളയരുത്. പറഞ്ഞു മനസ്സിലായല്ലോ, കളയരുത്. ഇതെല്ലാം ചെട്ടിയാർ എങ്ങനെ വിശ്വസിക്കും മോനെ? അയാളുടെ കാര്യം വിട്ടേക്കമ്മേ. അമ്മയ്ക്ക് വിശ്വാസമായില്ല. ഇപ്പൊ ഞാൻ ഫ്രാൻസിലുണ്ട്, ആ പെണ്ണ് ഇവിടെ തന്നെ ഉണ്ട്. ആ പെണ്ണിനെ തട്ടിക്കൊണ്ടുപോയി. എന്നാൽ ഞാൻ ആ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയെന്ന് പറഞ്ഞപ്പോ അവളുടെ അച്ഛൻ വിശ്വസിച്ചു. അമ്മയ്ക്ക് വിശ്വാസമായില്ലേ? ഞാനങ്ങനെ വെറുതെ വിടില്ല. കാണിച്ചുതരാം, വെക്ക് ഫോൺ. ഒരു ദിവസം 4 കിലോ പണ്ണ തിന്നുന്നു. എങ്ങോട്ടാ പോകുന്ന നീ? പോലീസ് നമ്മുടെ പുറകെ ആദ്യം ഇവിടെ രക്ഷപ്പെടാം. വാ. ഇനി ഒരടി പോലും മുമ്പോട്ട് വെക്കില്ല. കാര്യം എന്താ? വന്നപ്പോ തൊട്ട് തുടങ്ങിയ വിശപ്പാ. വെറും പച്ചറൊട്ടി തന്നെ നീ കൊല്ലുമല്ലേ? സ്വർണത്തിലാണ് കക്കൂസ് കെട്ടി വെച്ചിരിക്കുന്നത്. ആശിച്ചു പോയിരുന്നു മുഖ്യ വരുന്നില്ലല്ലോ. അത് തന്നെ. എന്താ 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 കാര്യം ചോദിച്ചാൽ ബ്രെഡ് ആപ്പ് വെച്ചിരിക്കല്ലേ? ലോക്കായി പോയടാ. ഫോറിൽ വന്നാൽ ഞാൻ ഫോറിൻ ഫുഡല്ലേ കഴിക്കാൻ പറ്റൂ. ഫോറിൻ ബണ്ണല്ലേ? കാര്യം പറയാം, നാട്ടിലുള്ളതിന്റെ മുത്തശ്ശിയല്ലേ, അവർക്കോട്ട് കൊടുക്കുന്നതിന്റെ ബണ്ണ് നോക്കിയേ. എന്റെ മുത്തശ്ശിയെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാണ്ടല്ലോ? അതെ, എനിക്കും അത് മാത്രമേ പറയാനുള്ളൂ. നിനക്കും നിന്റെ വീട്ടുകാർക്കും ആ തിയേറ്ററായിരിക്കും ലക്ഷ്യം. എനിക്കും എന്റെ കുടുംബക്കാർക്ക് അന്നം തന്നെയാണ് ലക്ഷ്യം. നീ ഡോണാ, ഞാൻ അസിസ്റ്റന്റ് ഡോണു. ആയിക്കോട്ടെ, ഞാൻ സമ്മതിച്ചു. നിനക്കിപ്പോ എന്താ വേണ്ടേ? വിശക്കുന്നുണ്ട്. അതിങ്ങ് നേരിട്ട് പറഞ്ഞാ പോരെ? എന്തിനു ചുറ്റു വളക്കുന്നേ? നേരിട്ട് തന്നെയാ പറഞ്ഞത്. വിശക്കുന്നുണ്ട് ഇതാ പറഞ്ഞല്ലോ. എന്താ ചെയ്യാൻ പോന്നെ? എടുക്ക്, കാശെടുക്ക്, നോട്ടെടുക്ക്, ചില്ലറയായിട്ട് വേണ്ട. കഴിക്കടാ, കഴിക്കേ. ഇത് രാത്രി കഴിച്ചാൽ മതി. കഴിച്ചോ നീ. പോലീസ് പിടിച്ചാലും കുഴപ്പമില്ല, കഴിച്ചോ നീ. എടാ, ഇത്ര നേരം പറഞ്ഞിട്ട് നീ ബണ്ണ് തന്നെ തന്നു. അതും കടിച്ചു വെച്ച ബണ്ണ്. നീ ഒരു കാലത്ത് ഗതി പിടിക്കത്തില്ല. അസിസ്റ്റന്റ് ഡോണേ, എങ്ങോട്ടേക്കാ? നീ അങ്ങോട്ട് സൂക്ഷിച്ചു നോക്കി. ഒരു വലിയ ഹോട്ടലുണ്ടോ? അവിടെ പോയി മാണെന്ന് ഞാൻ തിന്നും. നോക്കി നിൽക്കാതെ ബില്ല് വന്ന് പേ ചെയ്യണം. ഇല്ലെങ്കിൽ ഉണ്ടല്ലോ, വി വിൽ മീറ്റ് ദ കോർട്ട്. അതും ഫുഡ് കോർട്ട്. കാശില്ലടാ ഡോണേ. അസിസ്റ്റന്റ് ഡോൺ, എങ്ങോട്ടാ പോകുന്നേ? അത് ഹോട്ടലല്ല, ചർച്ച. ഹോട്ടൽ തൊട്ടപ്പുറത്താ. വേഗം വരാൻ നോക്ക്. എനിക്കൊന്നും കേൾക്കേണ്ട കാര്യമില്ല. നീ ഒന്നും പറയണ്ട. ഇത് ഞാൻ താഴെ പൊട്ടിക്കും. ഞാൻ പൊട്ടിക്കും. കൈയെടുക്കടാ. നിനക്ക് പിന്നെ വിശന്ന് കഴിഞ്ഞാൽ പിന്നെ നിന്റെ കൂട്ടുകാരൻ തിരിച്ചറിയാൻ പറ്റില്ലല്ലോ. നിന്നെ കാണാൻ നല്ല മുടിഞ്ഞ ഗ്ലാമറാടാ. ഞാൻ സത്യം പറഞ്ഞത് വിശ്വസിക്കേ. അത് നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. ഒരുപാട് വിശ്വസിച്ചാടാ നിന്നെ കൊണ്ടുവന്ന്. ചങ്ങാതിയെ ചതിക്കലടാ. ഈ ഹോട്ടലിൽ കപ്പയും മീനൊന്നും കിട്ടില്ലടാ. അത് മാത്രമല്ല, GST കൂട്ടിയ ബില്ലിടൂ. നിനക്കിപ്പോ വിശക്കുന്നുണ്ട്, കഴിക്കണം, അത്രയല്ലേ ഉള്ളൂ. അതെ, വാ, ആ മൂലക്കടയിൽ കൊണ്ടിട്ട് നിനക്ക് ഫ്രഷ് ആയിട്ട് ഞാൻ വാങ്ങിച്ചു തരാം. നീ എത്ര ബണ്ണ് വേണമെങ്കിലും കഴിച്ചോ. എത്ര വേണമെങ്കിലും കഴിച്ചോ. നീ ഒരു ബണ്ണോ അല്ലെങ്കിൽ ഒരു 1.5 ബണ്ണോ നീ കഴിച്ചോ. ഞാൻ കൊണ്ടുവന്നതും അത് തന്നെ. നീ ടേസ്റ്റ് ചെയ്ത് നോക്കുവാണെങ്കിൽ. കൂട്ടുകാരനിങ്ങനെ തിന്ന് ദ്രോഹിക്കരുത്. വേറെ വരുന്നതിനും പോടാ. വാ. ബണ്ണ് തന്നു കൊല്ലാൻ വേണ്ടി വന്നിരിക്കുന്നു. അവൻ ബാത്റൂമിൽ പോയായിരിക്കും. അതായത് ഈ ഹലോ കൽപ്പി, എനിക്ക് ഷൂട്ടിങ്ങിന് വേണ്ടി ഒരു ചൈനീസ് ആളെ ആവശ്യമുണ്ട്. അവൻ ഈ ANSSI എന്ന സെക്യൂരിറ്റി കമ്പനിയിലെ വർക്ക് ചെയ്യുന്നു. ഒന്ന് നോക്കിയാലോ? വരാം. ഒന്ന് പെട്ടെന്ന് വരണേ, അർജന്റാണ്. സമയമില്ല, പെട്ടെന്ന്. Full bill? Oui. Any job available? What? Please. Bonjour. Désolé. Je cherche un Chinois qui travaille ici, s'il vous plaît. Un Chinois qui travaille ici, je suis pas sûr. Ah mais si, c'est peut-être John Woo. John Woo? John Woo. Voir à quoi il ressemble, s'il vous plaît. Est-ce que vous l'avez en photo? Alors attendez, s'il vous plaît. Ouais. Regardez-vous, hein. നീയോട് കാണിച്ചു തരാൻ പറ. ഞാൻ നോക്കാം. ഇവൻ തന്നെ. Est-ce qu'on peut le voir maintenant? Si, il était là hier, mais Non. il a démissionné ce matin pour raison personnelle. Ah non, il a démissionné. Ouais, il y a 2 jours. അവൻ ഇന്ന് രാവിലെ തന്നെ ജോലി റിസൈൻ ചെയ്തു.
അവനിപ്പോ എവിടെ ഉണ്ടാവും ചോദിക്കേ. ഏത് ഏരിയയിലായിരിക്കും ചോദിക്കേ. T'es qui devant, tu vas où là? Vas-y, casse-toi. Alors tu veux te battre, mais vas-y, viens. നീ എന്തിനാ വെറുതെ അതോടിച്ചത്? Léa. വാടാ വാടാ. Yaini. Italian drug mafia. Italian drug mafia? Where? Chambord. Nonsense. മോളിങ് വന്നേ. കൊട പിടിച്ചോ, നല്ല കൊടയാ. അവൻ്റെ ഇറ്റാലിയൻ ഡ്രഗ് മാഫിയ. ഇൻഡോ ഫ്രഞ്ച് റിലേഷൻഷിപ്പ് ബാധിക്കണ്ട എന്നുണ്ടെങ്കിൽ നമ്മൾ കടത്തിക്കൊണ്ടുവന്ന ഇന്ത്യൻ പെൺകുട്ടിയെ ഫ്രഞ്ച് പോലീസ് രക്ഷിച്ചേ മതിയാകും. ഫ്രഞ്ച് ഗവൺമെന്റിന് വേറെ ഓപ്ഷൻ ഇല്ല, അതുകൊണ്ട് നമ്മൾ പറയുന്ന കേട്ടേ മതിയാകും. നമ്മുടെ ഡിമാൻഡ് അവർ അംഗീകരിക്കണം. ഇന്ത്യൻ പെൺകുട്ടിയെ ജീവനോടെ വേണമെങ്കിൽ നമ്മുടെ ആൾക്കാരെ റിലീസ് ചെയ്യണം. ഡോണ്ട അമ്മയാ, ഇത് മുത്തശ്ശി. സാരമില്ല. ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും, അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട. എല്ലാം നല്ല രീതിയിൽ നടക്കൂ. മോനെ നന്നായിട്ട് തന്നെയാ വളർത്തിയത്. അതെ, മോൾക്കൊന്നും സംഭവിക്കില്ല കേട്ടോ. ഞങ്ങൾക്കൊന്നും സംഭവിക്കാതിരുന്നാ നിങ്ങളുടെ മോക്കൊന്നും സംഭവിക്കില്ല. അതവളൊറ്റ വാചകത്തിൽ പറഞ്ഞു തീർത്തേ. ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാ എന്റെ പേരെക്കൊട്ടും ചുമ്മാ ഇരിക്കില്ല. പിന്നെ കഥ തീർന്നു. ഞങ്ങളോടൊന്നും തോന്നാൻ പാടില്ല. Get them out of here. നിങ്ങൾ വെക്കൂ. വാ. മോളൊന്ന് തിരിച്ചു വന്നോട്ടെ, എന്നിട്ട് കാണിച്ചു കൊടുക്കാം. അല്ല, ഈ ചാമ്പോർഡിലൂടെ എങ്ങനെ പോകുന്നേ? ഫ്ലാറ്റിൽ പോവാണെങ്കിൽ 40 minutes. അല്ലല്ല, കാശ് എത്രയാവും? 300 euros. 300 എന്ന് പറയുമ്പോ അല്ല, ബസ്സിൽ പോയ എത്രയാവും? 200 euros. 200 euros എന്ന് പറയുമ്പോ അത് ശരിയാവില്ല. ഇതുപോലത്തെ പച്ച ഷിപ്പില്ലേ, ഈ പച്ച ഷിപ്പിൽ പോയ എത്രയാവും? ഷിപ്പിൽ പോവാണെങ്കിൽ 150 euros. 150. അയ്യോ, അത് വേണ്ട. ഇവിടെ സ്വിമ്മിങ് ചെയ്ത് പോവാണെങ്കിലോ? Swimming? Really? Really? No chance. -5 degree ആണ്.
സർ, ആ പെണ്ണിനെ വേറെ ആരോ തട്ടിക്കൊണ്ടുപോയതായി മീഡിയയിൽ ന്യൂസ് വരുന്നുണ്ട് സർ. ഇന്ത്യൻ വ്യവസായ പ്രമുഖനും മൾട്ടി മില്യനെയറുമായ കുമാരസ്വാമി ചെട്ടിയാരുടെ മകൾ യാഴിനിയെ ഇന്നലെ രാത്രി തട്ടിക്കൊണ്ടുപോയി. ഈ തട്ടിക്കൊണ്ടുപോകലിന് പിന്നിൽ ഇന്ത്യൻ വംശജനായ ജുങ്കയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ ഗെയിം നല്ല ഇൻട്രസ്റ്റിംഗ് ആവുന്നുണ്ട്. അപ്പോൾ ജുങ്കയാണ് ആ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയത്. അപ്പോൾ അവനെ വെച്ച് തന്നെ നമ്മൾ ആ ഗെയിം മുന്നോട്ട് കൊണ്ടുപോയി നമുക്ക് നമ്മുടെ ഡിമാൻഡ് അച്ചീവ് ചെയ്യാം. ആ ജുങ്ക തന്നെയാ ഇനി നമ്മുടെ ഡ്രങ്ക് കാർഡ്. എടി കൊച്ചേ, എന്താടി കപ്പൽ മുങ്ങിയോ? എന്താ ചെട്ടിയാര് നമ്മളെ രണ്ടുപേരെയും കത്തിക്ക് വെട്ടുന്ന പോലെ കണ്ണിന് മുമ്പിൽ തെളിഞ്ഞു വരിക. ഞാൻ ബദാം പാല് കുടിക്കൂ. ഇതെന്താ ഒന്നും കലക്കാതെ വെറുതെ കൊണ്ടുവന്നേ? പോടാ. എടാ കൊച്ചനെ ഇങ്ങോട്ട് വന്നേ. ഇതെന്താണ്? ഏസിക്കാണെങ്കിൽ ഒട്ടും തണുപ്പില്ലല്ലോ. അമ്മച്ചി, ഫുൾ AC ഇട്ടാ ഈ ബോഡി താങ്ങോ? എന്താ? ഇങ്ങ് വന്നേ. വാടാ കുട്ട, ഇങ്ങോട്ട് വാ. അരികില് വാ. ഒന്ന് കുനിഞ്ഞേ. നിങ്ങളുടെ പെൺകുട്ടിയെ ഞങ്ങളുടെ പക്കല. അത് എപ്പോഴും ഓർമ്മ വെച്ചോ. പാലില് വിഷം ചേർത്ത് കൊടുക്ക്. ഒന്ന് പോടാ കൊച്ചനെ. കൊച്ചനെ, പാലിലെ ബദാം പരിപ്പ് ഇട്ടുകൊണ്ട് വാ. അറിയാതെ വല്ല ഗോതമ്പ് എടുത്തിട്ടുണ്ട് വരല്ലേ? അമ്മച്ചി എന്താ പറയുന്നേ? അത് വാൽനട്ട്. എന്താ നോക്കുന്നേ? തിയേറ്ററാണ് നിന്റെ ലക്ഷ്യം. Who are you? I am fine. You, sir? Which group? ജുങ്ക ഗ്രൂപ്പ്. രണ്ടുപേരും മാത്രമേ സാറേ വന്നുള്ളൂ. ബഡ്ജറ്റ് പ്രോബ്ലം ആയിപ്പോയി. എയർപോർട്ടിൽ നിന്ന് ഞങ്ങൾ നടന്നാ സാറേ വന്നത്. Which country? ഇന്ത്യൻ. പണി വാളൂന്നാ തോന്നുന്നത്. Which place? കാസിമിന്റെ വീടിൻ്റെ അടുത്ത്. Kashmir? കാശ്മീർ അല്ല സാറേ, കാസിമിന്റെ വീട്. ഈ മീനൊക്കെ പിടിക്കാൻ പോകുന്ന രാത്രി ഞങ്ങൾ വലയിട്ട് വെക്കും. പിന്നെ പകൽ ഇതിനെല്ലാം പിടിച്ചങ്ങ് വാർത്തൊക്കെ തിന്നും. സൂപ്പറായിരിക്കും. Where is your passport? അതിനെക്കുറിച്ചൊന്നും പറയണ്ട സാറേ. എൻ്റെ ലീഡറില്ലേ നമ്മുടെ ജുങ്ക, അവൻ ഈ ബണ്ണെല്ലാം കൂടി ബാഗിനകത്ത് കുത്തി നിറച്ച് വെച്ചിട്ട് എൻ്റെ പാസ്പോർട്ടും അതിനകത്ത് കുത്തി കയറ്റി വെച്ചു. ബണ്ണിലുണ്ടായിരുന്ന എണ്ണ മുഴുവനും പാസ്പോർട്ട് മൊത്തം കയറി പിടിച്ചു. ആകെ ചളവായി. അതിനുശേഷം പാസ്പോർട്ട് ഉണക്കാൻ വെച്ചപ്പോൾ അവൻ ആ പാസ്പോർട്ട് എടുത്തോണ്ട് അങ്ങ് പോയി സാറേ. Il doit pas venir d'Inde. Non, chef. Venir d'Afrique. എന്തോന്നാ? Are you a Somalian? ഓ, സമൂസ മേടിച്ചു തരാമെന്നോ? രണ്ടെണ്ണം മേടിച്ചു. അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നീട് ചായ കുടിക്കാം. എന്താ? Bon écoute, je comprends pas ce qu'il me dit. La traductrice qu'on a arrêtée tout à l'heure, oui, tu vas me la chercher s'il te plaît. ഇന്ത്യൻ വംശജയായ യാഴ്നി എന്ന പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയ ഇന്ത്യൻ വംശജനായ ചെറുപ്പക്കാരൻ ജുങ്ക ആണെന്ന് വ്യക്തമായിരിക്കുന്നു. യാഴ്നിയെ വിട്ടുകിട്ടണമെങ്കിൽ ഇറ്റാലിയൻ ഡ്രഗ് മാഫിയയുടെ തലവനെ വിട്ടയക്കണമെന്നും അല്ലാത്ത പക്ഷം യാഴ്നിയെ കൊന്നുകളയുമെന്നും തട്ടിക്കൊണ്ടുപോയവർ BRI പോലീസിന് ശക്തമായ താക്കീത് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തട്ടിക്കൊണ്ടുപോയ ജുങ്ക എന്നാൽ ഫ്രാൻസിൽ നടത്തിവരുന്ന ഇറ്റാലിയൻ ഡ്രഗ് മാഫിയയുടെ മുഖ്യ ചാരനായി പ്രവർത്തിച്ചു വരുന്നു എന്നുള്ള കാര്യം ഫ്രാൻസ് പോലീസിന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്താ നിങ്ങളുടെ കൊച്ചുമോന്റെ ഉദ്ദേശം? മൺഡേ മോർണിംഗ് രജിസ്ട്രേഷൻ നടത്താന്ന് പറഞ്ഞല്ലോ. പിന്നെന്താ ഇപ്പൊ പെട്ടെന്ന് ഇറ്റാലിയൻ ഡ്രഗ് മാഫിയ റിലീസ് ചെയ്താലേ എന്റെ മോളെ വിടുള്ളൂ എന്ന് പറയുന്നേ? എന്താ എല്ലാരും ചേർത്ത് കളിക്കണോ? ഒന്ന് ക്ഷമിക്ക് കുഞ്ഞെ, ക്ഷമിക്ക്. പേരക്കുട്ടി എത്ര ദൂരത്താ ഉള്ളത്? നിങ്ങളുടെ ജോലി മാത്രം നോക്കിയാൽ മതിയോ? വരുന്ന വഴിക്ക് അല്പ സ്വല്പ പണി ഉണ്ടായിരിക്കും. അതൊക്കെ തീർക്കണ്ടേ? ടിക്കറ്റിന് കാശും വേണ്ടേ? യു ലുക്ക് മീ കുഞ്ഞെ. ഞങ്ങളുടെ സാധനം നീ ഇങ്ങോട്ട് തന്നാ നിന്റെ സാധനം പറന്നങ്ങോട്ട് എത്തും. എന്ത് സാധനം? എന്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചാ മൈൻഡ് ഇറ്റ്. ദേ തള്ളേ, വായ കുറച്ചേരം അടച്ചു വെച്ചൂടെ? എന്താ വലിയ വില്ലത്തിയാണെന്ന ഭാവം? നിങ്ങളെന്തല്ലേ വിളിച്ചു പറഞ്ഞതിന് ശേഷം ഞാൻ വേണം അനുഭവിക്കാൻ. എന്തിനടി കടന്ന് ചൂടാവുന്നേ? എന്റെ പേരക്കുട്ടി അവിടെ കിടന്നുണ്ടല്ലോ, തകർത്ത് വാരി അറിയുവാ. ഈ ഡ്രസ് എപ്പോ ഉണങ്ങാനാ? ആ പെണ്ണിനെ എപ്പോ രക്ഷിക്കാനാ? എടാ ദ്രോഹികളെ, നാട് മൊത്തം മൈസൊള്ളാക്കി ഒരു ഡോണിനെ വിറപ്പിച്ചില്ലടാ ഇങ്ങനെ. ആ വന്നല്ലോ.
നീ വന്നത് നന്നായി. Voilà la fille que vous m'avez demandé. Vous le connaissez? പറ, എന്നെ അറിയാതെ പറ. Oui, je le connais. Mets-toi à côté de lui et traduis. അയ്യോ എന്റെ പൊന്നു കൊച്ചെ, അവൻ പറയുന്നത് എന്താന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല, ഞാൻ പറയുന്നത് എന്താന്ന് അവനും മനസ്സിലാകുന്നില്ല. ഇവരെ കാര്യങ്ങളൊന്ന് പറഞ്ഞു മനസ്സിലാക്കി എന്നെ ഒന്ന് രക്ഷിക്കേ പ്ലീസ് കൊച്ചെ. എടാ പെരുങ്കല്ല, നീയൊക്കെ എന്നെ പറ്റിച്ചല്ലേ? എത്ര അധികൊണ്ടാലും ഞാൻ പറയുന്നത് പോലെ പറ. We July kidnapping. അങ്ങനെ പറഞ്ഞാൽ വിടുവോ? ഓ പിന്നെ വേഗം വിടും. പുറത്തു വന്നതിന് ശേഷം നമുക്ക് വിവാഹം നടത്താം കേട്ടോ. ബാക്കി ഞാൻ ഏറ്റു. എടാ കൊച്ചന്മാരെ, എല്ലാവരും അടുത്തോട്ട് പറ. കം ക്ലോസ്. വി ജൂലൈ കിഡ്നാപ്പിംഗ്. ഓക്കെ? Donc tu l'as kidnappé? അത് തന്നെയാടാ, വി ജൂലൈ കിഡ്നാപ്പിംഗ്. Donc tu l'as kidnappé? വി ജൂലൈ കിഡ്നാപ്പിംഗ്. Donc tu l'as kidnappé? ഞാൻ തട്ടിക്കൊണ്ടുപോയിന് അവനെന്തിനാ ഇമോഷനാകുന്നത്? നീ ധൈര്യമായിട്ട് അത് തന്നെ പറയും. നിന്റെ ഈ വാക്ക് മതി. ഇപ്പൊ നീ എന്റെ ധൈര്യം കണ്ടു നോക്ക്. എടാ വി ജൂലൈ കിഡ്നാപ്പിംഗ്. എടാ പോത്തന്മാരെ, ലുക്ക് മൈ വോയിസ്. വി ജൂലൈ കിഡ്നാപ്പിംഗ്. നിനക്കെന്നെ കെട്ടണല്ല. എന്തുവാണ് അത്? തൊണ്ടയിലെ വെള്ളം പറ്റിയോണ്ടാണോ? അയ്യോ, Anyone here? Please help! Please leave me. बोझो 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 बोझो. हाँ बोझो. உன் மகள் வந்தாள் பொருள்
കോടി തന്താൾ പൊന്മകൾ വന്താൾ. നിങ്ങളായിരുന്നോ? യുനോ ബോജോ ബോജോ ഞാൻ ആ കിഡ്നാപ്പേഴ്സിന്റെ അടുത്ത് പെട്ടുപോയി. പ്ലീസ് എന്നെ ഹെൽപ്പ് മേഴ്സി ചെയ്യൂ. മേഴ്സി മേഴ്സി നിങ്ങൾക്ക് ഫ്രഞ്ച് അറിയോ? ഇല്ല മേഴ്സി മാത്രമേ അറിയൂ, ബാക്കി പഠിക്കണം. സീറ്റ് ബെൽറ്റ് ഇട്ടോളൂ. ആ ഇട്ടോളൂ ഇട്ടോളൂ. പിന്നെ അവർക്ക് നമ്മളെ പിടിക്കാൻ പറ്റില്ല. അത് ശരി. അതെ. ആ ശരി ശരി. ഇതെങ്ങനെ? അല്ല ഇയാളുടെ ബന്ധുക്കളോട് ജോലി ചെയ്യുന്നുണ്ടല്ലേ? അതെ, ഫ്രഞ്ച് പോലീസ്. We are at headquarters. ഇനി നമ്മൾ സേഫാണ്. പെൺകുട്ടിക്ക് വെടികൊള്ളും. വാ 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 കൈകിടാ കൈകിടാ വാ 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 കേറ് കേറ് കൈകിടാ പേടിക്കണ്ട പേടിക്കണ്ട വാ. Pourquoi la fille va dans la voiture? അറിയില്ല. മാഫിയ എന്തിനാ എന്നെ കിഡ്നാപ്പ് ചെയ്തത്? ഇപ്പൊ എന്തിനാ പോലീസ് എന്നെ ഷൂട്ട് ചെയ്യുന്നത് എനിക്ക് അറിയില്ല. അറിയില്ല, നിനക്കൊന്നും അറിയില്ല. പ്രശ്നം തീർക്കാനാ പോലീസിന്റെ അടുത്ത് പോയെ. അവരാണെന്നുണ്ടെങ്കിൽ കടിയാണില്ലാത്ത കുതിരനെ പോലെ ഓടുന്നേ. നശിച്ച നിന്നെ കണ്ട അന്ന് മുതൽ തുടങ്ങി എന്റെ നാശം. നാശം നാശം നാശം. പോത്തെ കഴുതേ കരടി. ഒരു പെണ്ണായതുകൊണ്ട് മാത്രം ചുമ്മാ വിടുന്നേ. മഞ്ഞ നിറമുള്ള ഡ്രസ്സിട്ട് ഒരുങ്ങി ഇറങ്ങിയിരിക്കുക അവള്. എന്താ വേണ്ടേ?
ഇതുവരെ ആരും എന്റെ ലൈഫിൽ എന്നെ ഇങ്ങനെ വഴക്ക് പറഞ്ഞിട്ടില്ല. അത് ശരി, അതിന് ഞാൻ വഴക്കൊന്നും പറഞ്ഞില്ലല്ലോ. നിന്റെ നല്ലതിനു വേണ്ടി ഒരു കാര്യം പറയാം കേട്ടോ. എന്നെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കേ. സന്തോഷമായിട്ട് ജീവിക്കാം. ടെൻഷൻ ഉണ്ടെങ്കിൽ എന്നെ തോളത്ത് കിടന്നോ. ആ കിടന്നോ. കൊന്നുകളയും ഞാൻ. മിണ്ടാതെ എന്നോട് വന്നു. സാർ, നമ്മുടെ ഈ രക്ഷപ്പെട്ട് ജുങ്കയും പെൺകുട്ടിയും പോലീസ് ഫോളോ ചെയ്യാണ്. നമ്മളിനി എന്താ ചെയ്യുക സാർ? അറ്റ് എനി കോസ്റ്റ് എനിക്ക് ആ ഇന്ത്യൻ പെൺകുട്ടിയെ വേണം. യു ഗോട്ട് ഇറ്റ്? അവളെ പുറത്തേക്ക് ഇറക്ക്. ഹാൻഡ്സ് അപ്പ്. Hey! മിസ്റ്റർ ജോൺ, നിങ്ങൾ അവിടെ ഇരിക്കൂ. മാഫിയ ലീഡറെ റിലീസ് ചെയ്യാൻ ഗവൺമെന്റ് തെറ്റായ തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. ആ ഡ്രഗ് മാഫിയ കാരണം ഒരുപാട് സ്റ്റുഡൻസ് നശിച്ചിട്ടുണ്ട്. അവരെ പിടിക്കാനുള്ള ശ്രമത്തിനിടയിൽ ഞങ്ങളുടെ ടീമിലെ ഒരുപാട് പേര് മരിച്ചിട്ടുണ്ട്. എനിക്ക് ഒരു ദിവസം സമയം തരും. ആ ജുങ്കയെ ഞാൻ പിടിക്കാം. നിങ്ങളുടെ കൺമുന്നിൽ വെച്ചല്ലേ ഹെഡ് ക്വാർട്ടേഴ്സിൽ വന്ന് ജുങ്ക കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയത്? അപ്പം നിങ്ങളൊന്നും ചെയ്തില്ല. ഇപ്പൊ ഒന്ന് സമയം ചോദിക്കുന്നു. ഇത് അലോഡല്ല. അവനെ ജയിലിൽ വെച്ച് തീർത്തിട്ട് കേസ് ആക്സിഡന്റ് ആണെന്ന് പറഞ്ഞ് ക്ലോസ് ചെയ്തേക്കാം. പിന്നെ ആ മിനിസ്റ്ററെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുന്ന? ഒന്നും ചെയ്യാൻ പറ്റില്ല. അതത്ര ഈസിയല്ല. മാഫിയ ലീഡർ കൊന്നു കഴിഞ്ഞാൽ എല്ലാവരും നമ്മളെ മാത്രമേ സംശയിക്കൂ. മിനിസ്റ്റർ BRI ടീമിനെ സസ്പെൻഡ് ചെയ്യും. അങ്ങനെയായാൽ നമ്മൾ കഷ്ടപ്പെട്ടത് വെറുതെയാകും. അപ്പോ അവനെ റിലീസ് ചെയ്യാൻ പോവാണോ? അവനും അവന്റെ ഗ്രൂപ്പും ചാവണം. എന്റെ അമ്മോ. Monsieur Junga? Yes. കൊള്ളാമോ? എല്ലാം കറക്റ്റാണ്. ഞാൻ ഒരു ഡ്രസ്സും കൂടി എടുത്തോട്ടെ? ആ എടുത്തോന്നേ. പക്ഷെ ഇതുപോലെ കാറ്റ് കയറുന്ന ഡ്രസ്സ് തന്നെ വേണേ. നന്നായിരിക്കും കാണാൻ. താങ്ക്സ്. എനിക്കെന്തിനാ താങ്ക്സ്? താങ്ക്സ് ഞാനല്ലേ പറയേണ്ടത്. ശരിക്കും ഇയാളല്ലേ എനിക്ക് ഇതൊക്കെ വാങ്ങിച്ചു തരണ്ടേ? ഞാനോ? അതിന് എന്റെ അടുത്ത് എവിടുന്നാ ക്യാഷ്? എന്നെ അവര് കിഡ്നാപ്പ് ചെയ്തതല്ലേ? എന്താ നീ ഇന്ന് പേഴ്സ് കൊണ്ടുവന്നില്ലേ? അല്ല, ഞാൻ എടുക്കാൻ മറന്നുപോയതാ. കാറിൽ വെച്ചിട്ട് വന്നോ? സാരില്ല, പോയി കൊണ്ടുവന്നാ മതി. അല്ല, അത് ഞാൻ റൂമിൽ വെച്ചിട്ട് വന്നോ? അത് സാരില്ല, പോയി കൊണ്ടുവന്നാ മതി. ഞാൻ അതുവരെ ഇവിടെ ഷോപ്പിംഗ് ചെയ്തോണ്ടിരിക്കാം. എടോ, ഇന്ത്യയിലെ റൂമിൽ നിന്ന് എടുക്കാൻ മറന്നു പറഞ്ഞേ. ഞാൻ വേണമെങ്കിൽ ഒരു ഡ്രസ് ഇവിടെ വെച്ചേക്കട്ടെ. എടുത്തോണ്ട് ഓടാൻ പോവാണെന്ന് തീരുമാനിച്ച സ്ഥിതിക്ക് നീ ഒന്നെടുത്താലും രണ്ടെടുത്താലും ഓടാൻ പോകുന്നോ? ഇത്രക്ക് ഷോക്കായിട്ട് ചോദിക്കില്ല, സംശയം വരും. അത് തന്നെ. വാ 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 വാ. എന്താ കാണിക്കുന്നത്? എന്താ കാര്യം? എന്താ കാര്യം? സ്ട്രെച്ച് ചെയ്യാ. രാവിലെ മുതൽ ഓടുകയല്ലേ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 41 42 43 44 45 46 47 48 49 50 51 52 53 54 55 56 57 58 59 60 61 62 63 64 65 66 67 68 69 70 71 72 73 74 75 76 77 78 79 80 81 82 83 84 85 86 87 88 89 90 91 92 93 94 95 96 97 98 99 100 101 102 103 104 105 106 107 108 109 110 111 112 113 114 115 116 117 118 119 120 121 122 123 124 125 126 127 128 129 130 131 132 133 134 135 136 137 138 139 140 141 142 143 144 145 146 147 1
അല്ലല്ല നോക്ക് പോലീസിൽ നിന്ന് രക്ഷപ്പെട്ട് മാഫിയിൽ നിന്ന് രക്ഷപ്പെട്ട് ഇവിടെ ഇങ്ങനെ പിടികൂടി കഴിഞ്ഞാൽ പത്ത് നാണക്കേടാവും. വാ വാ വാ. ആ അങ്ങനെ തന്നെ ചിരിച്ചോണ്ട് വാ അപ്പം അതൊക്കെ വന്നാൽ മതി. ഞാൻ ഇയാളോട് 1 2 3 എന്ന് പറയുമ്പോണ്ടല്ലോ. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ മോഷ്ടിക്കുന്നത്. ഇതുപോലെ എൻകറേജ് ചെയ്തെന്ന് വെച്ചോ ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നോക്ക് വാ വാ വാ. Good girl. Oh my god. ആരുമില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ? ജുങ്ക, ആ ഫോൺ ഒന്ന് തരാമോ? എന്തിനാ? എനിക്ക് ഉടനെ എന്റെ അച്ഛൻ്റെ അടുത്ത് സംസാരിക്കണം. എന്തിനാ? ഇന്നെന്റെ ബർത്ത്ഡേ അല്ലേ, ഇന്ന് സംസാരിച്ചില്ലെങ്കിൽ അച്ഛന് വിഷമാവും, അതുകൊണ്ടാ. എന്റെ ഫോൺ ഇപ്പൊ ഞാൻ ഫ്ലൈറ്റ് മോഡിൽ ഇട്ട് വെച്ചിരിക്കുന്നത്. നമ്മൾ എങ്ങനെ ഫോൺ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ സിഗ്നൽ വെച്ച് കണ്ടുപിടിക്കും അവര്. നീ ഒരു കാര്യം ചെയ്യ്, ഞാൻ ഫോൺ തരാം, നിന്റെ വോയിസ് ഒന്ന് റെക്കോർഡ് ചെയ്താ. ഞാനത് കുറെ നേരം കഴിഞ്ഞിട്ട് അയച്ചോളാം. എന്നാ റെക്കോർഡ് ചെയ്തോ. എന്തോ കള്ളത്തിലുണ്ടല്ലോ. ഛേ, അങ്ങനൊന്നും ഉണ്ടാവില്ല. അതെ, ഒന്ന് വേഗം വേണം കേട്ടോ, ഫോണിന്റെ ചാർജ് തീരോന്ന്. എത്രയും വേഗം അയക്കണേ. ഓക്കെ. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഹാപ്പി ബർത്ത്ഡേ. ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെയാണോ ഹാപ്പി ബർത്ത്ഡേ പറയുന്നത്? പെണ്ണുങ്ങൾക്ക് എന്താ പ്രത്യേകത? ഹാപ്പി ബർത്ത്ഡേ. നീ പോയേ. എന്തുപറ്റി? സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയോ? അല്ലെങ്കിൽ ഫോറിൻ സ്റ്റൈലിൽ കെട്ടിപ്പിടിച്ചു പറഞ്ഞോ? ഒന്ന് പോ. ഓക്കെ, വേഗം പോയിട്ട് വാ. ശരി. എടാ, അവന്റെ അമ്മയോടും മുത്തച്ഛയോടും രജിസ്ട്രേഷൻ റെഡിയാവും പറ. മോള് തിരിച്ചു വന്ന ഉടനെ കുടുംബത്തിലെ എല്ലാരെയും കൊന്നേക്കാം. കിട്ടുമല്ലോ. ജുങ്കയുടെ മോളെ പൊക്കിയില്ലത്. ഇങ്ങനെ തന്നെ കൈ വെച്ചുകൊണ്ട് പുറത്തേക്ക് വാ. മോളെ പൊക്കിയില്ല എന്നുള്ള കാര്യം നീ ഇപ്പൊ പറയുന്നല്ലോ. ഒന്നും നടന്നില്ല. ഇപ്പൊ എന്താ പറയാൻ പറ്റണ്ടേ? എന്തൊരു അഹങ്കാരായിരുന്നു തളയ്ക്ക്. എന്റെ നെഞ്ചു കിടന്നിടിക്കുന്നല്ലോ. അടുത്തെങ്ങനെ ആശുപത്രി ഉണ്ടോടി കുഞ്ഞെ? അടുത്തൊരു ശ്മശാനുണ്ട്, പോയി കിടക്കുന്നോ? എന്റെ കുഞ്ഞിനെ ഞാൻ വിശ്വസിച്ചല്ലോടി. അവസാനം എനിക്ക് ചുടലപ്പറമ്പാവി ഇതേ. ആ ജിങ്കന്റെ എങ്ക ഉണ്ടായിരുന്നപ്പോ ഞാൻ റാണിയായിരുന്നു. ആ പെണ്ണിന്റെ അച്ഛനെ വിചാരിച്ചാലേ ചുമ തെറുത്ത് കയറുക. ഒന്നും മിണ്ടാതിരിക്കും. കൂടെ 2 പിള്ളേര് വന്നിട്ടില്ലേ, അവർ നോക്കിക്കോളും എന്നങ്ങ് വിചാരിച്ചാ മതി. ഇത് വല്ലാത്തൊരു പണിയായി പോയി കേട്ടാ. കുടുംബം മൊത്തം ഡേഞ്ചർ ആണല്ലോ. ചെട്ടിയാര് ജീവനോട് വിട്ടാ മതിയായിരുന്നു. അനിയ, വണ്ടി എവിടെ നിർത്തുന്നത്? ഇതെന്താ ബസ്സാണോ? രജിസ്റ്റർ ഓഫീസിൽ നിൽക്കും, രജിസ്റ്റർ ചെയ്തിട്ട് പോവാം. ചോറൊക്കെ വാങ്ങി തരാം. അനിയ, എടാ, വണ്ടി നിന്നാലുടനെ ഫുൾ സ്പീഡിൽ ഞാൻ ഓടും. പറ്റുമെങ്കിൽ നീ എന്റെ കൂടെ ഓടിവാ. നീ ഓടി കഴിഞ്ഞാൽ നിന്റെ മുമ്പിൽ കയറി ഓടി ഞാൻ. എടാ, എന്താ നിങ്ങൾ ഈ പറയുന്നത്? പേടിയാകുന്നു. രജിസ്റ്റർ ഓഫീസിൽ നല്ലതല്ലേ നടക്കുള്ളൂ. മോനെ കുഞ്ഞെ, നീ ഉയർന്ന മനുഷ്യനാ. നിന്റെ നല്ലതിനാ പറയുന്നേ. ഇന്ന് നല്ല നാളല്ല. ഇപ്പൊ രജിസ്ട്രേഷൻ അവക്ക് ഒരു മണ്ണും അറിയില്ല. ഈ പ്രോപ്പർട്ടി ഞങ്ങളുടെ പേര് എഴുതല്ലേ, ജുങ്കയുടെ പേര് എഴുത്. ജുങ്കയുടെ പേര് എഴുത. നിങ്ങൾ എന്തൊക്കെയാ വിളിച്ചു പറയുന്നത്? ജുങ്ക വഴക്ക് പറയുന്നു. അവൻ അയച്ചിരിക്കുന്ന കണ്ടില്ലേ?
ഇന്ന് രജിസ്ട്രേഷൻ നടന്നില്ലെങ്കിൽ എന്റെ മോളെ അവൻ കൊല്ലും. അതെ കുഞ്ഞെ, ശബ്ദം കുറച്ച് താഴ്ത്ത്. ഫോട്ടോയിലൊന്ന് നോക്കിക്കേ. തോക്ക് എവിടാന്ന് പെണ്ണ് കാണില്ല. അടിച്ച് പല്ലടക്കും ഞാൻ. കുഞ്ഞെ, നീ ചെന്ന് രജിസ്ട്രേഷനുള്ള പണിയൊക്കെ നോക്ക്. ഈ ക്യാമറയിലോട്ട് നോക്കൂ. നിങ്ങൾ അങ്ങോട്ട് മാറ്. അയ്യോ ഇവര്. അതെ, നിങ്ങൾ ഈ ക്യാമറയിലോട്ട് നോക്ക്. ഇങ്ങനെ ഒരു സ്ഥലം നീ എങ്ങനെയാ കണ്ടുപിടിച്ചേ? ഇവിടെ ഞാൻ എൻട്രി ഫ്രീ എന്നുള്ള ബോർഡ് കണ്ടത്, അതുകൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവന്ന്. നേരം വെണ്മയിൽ കൈകോർത്ത് പോകവേ വരമായി നീ എൻ്റെ നെഞ്ചിലേറും പല നാളായി മനം ഏകനാ നേരം കണ്ണിലോ നീ മിന്നും താരമായി പതിയെ എൻ മൗനം ഇന്നൊന്നു ചൊല്ലി പറയാൻ ഇന്നെൻ മനം വെമ്പിയോ ഹലോ ഡാഡ്, ഞാൻ രക്ഷപ്പെട്ടു. സത്യമാണോ മോളെ പറയുന്നത്? രക്ഷപ്പെട്ടോ? പ്ലീസ് പ്ലീസ് ഒരു നിമിഷം സാർ. എന്താ രണ്ട് പേപ്പറിൽ ലൂപ്പുണ്ട്? എങ്ങോട്ടാണ് ഓടുന്നേ? നിക്കടാ. Yeah, I'm now safe, Daddy. Thank God. ഇവിടെ ഒരു ഗ്രൂപ്പ് നമ്മളെ ബ്ലാക്ക്മെയിൽ ചെയ്തോണ്ടിരിക്കുക. നമ്മുടെ തിയേറ്റർ അവരുടെ പേർക്ക് എഴുതി കൊടുത്താലേ നിന്നെ വിട്ടയക്കുന്ന പറയുന്നത്. ഐ മീൻ ദ രജിസ്ട്രേഷൻ ഓഫീസ് റൈറ്റ് നൗ. എന്നാ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്തേക്കും, ഒന്നും കൊടുക്കണ്ട. ശരി, നീ കെയർഫുൾ ആയിരിക്കണം.
ഞാൻ അടുത്ത ഫ്ലൈറ്റിൽ തന്നെ വന്ന് നിന്നെ പിക്കപ്പ് ചെയ്യാം. ഓക്കെ? Okay, Daddy. യു ടേക്ക് കെയർ ഓഫ് യുവർ Yes, I will. ഇതാരോട് സംസാരിച്ച്? നീ ആരോട് സംസാരിച്ച്? എന്റെ അച്ഛന്റെ അടുത്ത്. നിന്റെ അച്ഛനോട് നീ എന്താ പറഞ്ഞേ? കിഡ്നാപ്പേഴ്സ് ചോദിച്ച തിയേറ്റർ ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞു. കളിക്കല്ലേ? Give me high five. Yes. എന്താ? അല്ല, എന്തിനാ നിങ്ങളുടെ മകള് വിദേശത്തേക്ക് ഒളിച്ചോടി പോയത്? എന്റെ മകനും അവിടെ ചെന്ന് കഷ്ടപ്പെടല്ലേ? ഇനി വേറെന്ത് ചെയ്യാനാ? രണ്ടേ ഒപ്പല്ലേ വേണ്ടത്? അതിട്ടാ പത്രം കൊണ്ട് ഞാൻ പോയെന്നെ. അതല്ലേ നല്ലത്? എന്ന് കരുതിനോ? അല്ലല്ലല്ല. നമുക്ക് വീട്ടിൽ പോയി സദ്യ കൊണ്ട് സന്തോഷമായിട്ട് പിരിയാം. ഒപ്പിടാതെ കഴിക്കരുതെന്ന ശാസ്ത്രം. ടേക്ക് ദം ഔട്ട്. എന്താ ഈ പറയുന്നത്? എന്താ Out. എന്താ ചേട്ടാ? അല്ല ഞാൻ Out. കാര്യം എന്താ? പ്ലീസ് ടെൽ മീ. സന്തോഷായില്ലേ? എന്റെ ഫോണിൽ നിന്ന് തന്നെ ഇന്റർനാഷണൽ കോൾ വിളിച്ച് എന്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ നശിപ്പിച്ചപ്പോൾ സന്തോഷായില്ലേ? എന്റെ നാട്ടിൽ സിനിമ പാരഡൈസ് എന്ന പേരുള്ള തിയേറ്റർ ഉണ്ട്, അറിയാം നിനക്ക്? നിന്റെ സ്വത്ത് തന്നെയാ, അറിയോ ഇല്ലയോ? എനിക്ക് 2547 crores സ്വത്തുണ്ട്. ഇങ്ങനെ ചെറിയൊരു തിയേറ്ററിനെ കുറിച്ച് ചോദിച്ചാല് ചെറുതല്ലേ? അതെ, 2547 കോടി സ്വത്തുള്ളവർക്ക് ഇതൊരു ചെറിയ കാര്യം തന്നെയാണ്. പക്ഷെ ഞങ്ങളുടെ ഏക സ്വത്താത്. എന്റെ അച്ഛനും അച്ഛന്റെ സുഹൃത്തും കൂടി ചേർന്ന് അഹങ്കരിച്ചിട്ട് തിയേറ്റർ നിന്റെ അച്ഛനെ പണയം വെച്ച് അവസാനം കടം മൊത്തം എന്റെ തലയിൽ കൊണ്ടുവച്ചു. ഞാൻ എന്റെ അമ്മയോടും മുത്തശ്ശിയോടും സത്യം ചെയ്തിട്ടാ വന്നത് തിയേറ്റർ തിരിച്ചു പിടിച്ച് തരാമെന്നും പറഞ്ഞ്. സിറ്റിയിൽ വന്നൊരു ഡോൺ എന്ന പേരിൽ ഫേമസ് ആവാൻ നോക്കിയപ്പോ എനിക്ക് കിട്ടിയ ആദ്യത്തെ കേസ് എന്താണെന്നറിയോ നിനക്ക്? മേഴ്സി എന്നൊരു ആന്റിയുടെ ഡോഗിനെ കാണുന്നില്ലെന്നുള്ള കംപ്ലൈന്റ്. ഒരു ഡോണിൽ വന്ന ഫസ്റ്റ് അസൈൻമെന്റ് ഡോഗാ. ഈ നായില്ലേ, ഈ പണക്കാരുടെ വീട്ടിലൊക്കെ ഇങ്ങനെ വെള്ളയായിട്ട് ചുറ്റിപ്പറ്റി നടക്കുന്നത്, ഈ രോമൊക്കെ ഒരുപാടായിട്ട് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കില്ലേ? അത് തന്നെ. നീയും ഇങ്ങനെ ബെഡിൽ കെട്ടിപ്പിടിച്ചിരുന്ന ഓർമ്മയില്ല? അത് തന്നെ. ആ നായയെ കാണുന്നില്ലെന്ന് പറഞ്ഞായിരുന്നു കംപ്ലൈന്റ്. എന്തോന്നാ ഇത്? ഈ ജുങ്കയ്ക്ക് വന്ന ആദ്യത്തെ കേസ് തന്നെ ഇതാണല്ലോ എന്ന് ഓർത്ത് അവോയ്ഡ് ചെയ്യാതെ അതും എടുത്ത് തലയിൽ വെച്ച് അവനെ പോക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ പിള്ളേര് പറഞ്ഞു വേണ്ട ഏട്ടാ ഓട്ടോയിൽ പൊക്കി കൊണ്ടുവരാന്ന്. ശരിയെന്നാ ഓട്ടോ ചെലവ് കൂടുതലാവും നേരിച്ച് ഒരു സൈക്കിൾ എടുത്ത് അവന്റെ വീട്ടിൽ പോയി നിന്നപ്പോ 160 കിലോ ഉള്ള ഒരു കാട്ടുപോത്തിനെ പോലെ അവൻ മുമ്പിലൊന്ന് നിൽക്കുക. എന്തോ ആവട്ടെ എന്ന് വിചാരിച്ച് അവനെയും പൊക്കി പിടിച്ച് സൈക്കിളിൽ തിരിച്ചു വരാൻ നിന്നപ്പോ അവനും അനങ്ങുന്നില്ല, സൈക്കിളും അനങ്ങുന്നില്ല. സൈക്കിളും അവനും കൂടി ഒരുമിച്ച് പൊക്കി പിടിച്ചിട്ട് കുറച്ച് ദൂരം ഒന്നല്ല ഞാൻ നടന്നത്, 27 കിലോമീറ്റർ അങ്ങനെ എന്നെ പൊക്കിക്കൊണ്ടുവന്നു. അങ്ങനെ വായും വയറും മുറുക്കി കെട്ടി 1 കോടി രൂപ സമ്പാദിച്ച് നിന്റെ അച്ഛന്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്തപ്പോഴേ നിന്റെ അച്ഛൻ അങ്ങനെ കണ്ണ് ചിമ്മാണ്ട് നോക്കിക്കുക. എന്തുകൊണ്ട് എനിക്ക് തന്നില്ല? നിനക്ക് 2547 കോടി സ്വത്തുള്ളതല്ലേ? എന്റെ സ്വത്തിങ് തന്ന എന്താ കുഴപ്പം? 400 രൂപയുടെ ഷർട്ടായിട്ടുണ്ട് പോയേ, അതും ഡിസ്കൗണ്ടിൽ മേടിച്ചതാ ഞാൻ. രജിസ്ട്രേഷൻ ആവാൻ പോകുന്ന സന്തോഷത്തില് ആ പുതിയ ഷർട്ട് ഞാൻ ഇട്ടുകൊണ്ട് പോയപ്പോ ഹിന്ദിക്കാർ സെക്യൂരിറ്റി വെച്ച ഷർട്ട് കീറിയില്ല അയാള്. ഞാനും വെറുതെ വിട്ടില്ല. അന്നാ എനിക്കൊരു കാര്യം മനസ്സിലായത്, നമുക്ക് അവകാശപ്പെട്ട ഒരു വസ്തു മറ്റൊരാളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് സ്വന്തമായിട്ടുള്ള ഒരു കാര്യം നമ്മൾ സ്വന്തമാക്കിയാലേ നമുക്ക് സ്വന്തമായിട്ടുള്ളത് തിരിച്ചു തരോളെന്ന് മനസ്സിലായോ നിനക്ക്? മനസ്സിലായോന്ന്? നിനക്ക് മനസ്സിലാവില്ല. പിന്നീട് ഫോൺ വിളിച്ചയാളുടെ മോളെവിടെയെന്ന് അന്വേഷിച്ചു. പാരീസിലാണെന്ന് പറഞ്ഞു. പെട്ടെന്നെല്ലാം ചുരുട്ടിക്കുട്ടി പാരീസിലെത്തിയപ്പോ അവൾ ഈ പാരീസിലല്ല ആ പാരീസിലാണ്. ഈ പാരീസിൽ നിന്ന് ആ പാരീസിലേക്ക് എന്ത് ചെലവെന്നറിയോ? എക്കണോമിക് ക്ലാസ്സിൽ 8 ഫ്ലൈറ്റ് ചുറ്റി വരാണെന്നുണ്ടെങ്കിൽ റേറ്റ് കുറവാണെന്ന് പറഞ്ഞു. അനിയാ ഞാൻ ഇനിയും ചുറ്റി വരാൻ റെഡിയാണെന്ന് പറഞ്ഞപ്പോൾ ഇല്ല സാർ, ഇതാണ് മാക്സിമം റേറ്റ് എന്ന് അയാൾ. അങ്ങനെ ഉണ്ടായിരുന്ന കാശ് നുള്ളിപ്പറക്കി ഫ്ലൈറ്റിലും കയറി നിന്റെ മുമ്പിലൊന്നും ദാ ഇങ്ങനെ നിന്നപ്പോ, നീ എന്റെ മുമ്പിലൊന്നും എങ്ങനെ നിന്നെന്ന് നിനക്കറിയോ? ഇനിയെങ്കിലും ഒന്ന് ചോദിക്കേ. എങ്ങനെ? അതിപ്പോ എങ്ങനെ? നീയൊക്കെ ഇങ്ങനെ സുന്ദരമായിട്ട് ജനിക്കുന്നതിന് ഞങ്ങൾ എന്ത് തെറ്റായത്? ശരി, ഇതൊന്നും ശരിയാവില്ലെന്നോർത്ത് വന്ന കാര്യത്തിൽ ശ്രദ്ധ ചെലുത്താമെന്ന് മനസ്സിൽ വിചാരിച്ചപ്പോ ഒരു സ്ഥലത്താണോ നീ നിൽക്കുന്നത്? ഇവിടുന്ന് അങ്ങോട്ട് ഓടുന്നു, അവിടെ നിന്ന് ഇങ്ങോട്ട് ഓടുന്നു, പിന്നെ അങ്ങനെ 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 പോകല്ലേ? ഒരു കോമൺ സെൻസ് ഇല്ലേ നിനക്ക്? നോൺസെൻസ്, സ്റ്റുപ്പിഡ് നോൺസെൻസ്. ദേ ഒന്ന് പറഞ്ഞേക്കാം, ഞാൻ ആർക്കായാലും നിന്നെ കണ്ട ഇഷ്ടപ്പെടും, പിന്നെ എനിക്ക് ഇഷ്ടപ്പെടാതിരിക്കോ? ചതി എന്ന ലക്ഷ്യത്തോടെ നിന്നെ ഞാൻ പൊക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തപ്പോ വേറൊരു ഗ്രൂപ്പ് ഒന്ന് പൊക്കിക്കൊണ്ട് പോയില്ലേ? എന്നാ പിന്നെ അവന്മാര് പൊക്കിക്കൊണ്ടുപോയപ്പോ ഞാനാ പൊക്കിക്കൊണ്ടുപോയെന്ന് നിന്റെ അച്ഛനോട് പറഞ്ഞപ്പോ അതങ്ങനെ വിശ്വസിക്കുകയും ചെയ്തു. ഫ്രഞ്ച് പോലീസിന് പോലും പിടികൊടുക്കാതെ നിനക്ക് വേണ്ടി ഞാൻ -ഡിഗ്രി വെള്ളത്തിൽ നീന്തി വന്നു. അതറിയാമോ നിനക്ക്? നീ ചെയ്യോ? നിന്റെ അച്ഛൻ ചെയ്യോ? അങ്ങനെ ഞാൻ നീന്തി വരും. ഇവിടുത്തെ ആൾക്കാർ അങ്ങനെ ചെയ്യോ? അവിടെ വന്നപ്പോ അവിടെ നിന്ന് ഓടിപ്പോവാണല്ലോ നീ. പിന്നെ എന്റെ അച്ഛൻ ചെയ്ത പുണ്യാണോ മുത്തശ്ശൻ ചെയ്ത പുണ്യാണോ എന്നറിയില്ല, നീ ആയിട്ട് വന്ന് വണ്ടി കയറിയില്ലേ? ആ ഒരു മൂമെന്റ്സ് ഇല്ലേ, അതെങ്ങനെ ഉണ്ടായിരുന്നു അറിയോ നിനക്ക്? എന്റെ തിയേറ്റർ അങ്ങനെ തന്നെ വന്ന് ചക്കരേ പഞ്ചാരേ ഇതാ ഞാൻ വരുന്നു എന്ന് പറഞ്ഞ് സീറ്റിലേക്ക് കയറി ഇരുന്ന പോലെ തോന്നി എനിക്ക്. അപ്പൊ നീ എന്താ ചെയ്തതെന്ന് അറിയോ നിനക്ക്? എന്താ ചെയ്തതെന്ന് ഓർമ്മയുണ്ടോ നിനക്ക്? നേരെ കൊണ്ടുപോയി ഫ്രഞ്ച് പോലീസിന്റെ മുമ്പിൽ എത്തിച്ചു. ഒരു ഭാഗത്ത് ഫ്രഞ്ച് പോലീസ്, മറുഭാഗത്ത് മാഫിയ, അച്ഛൻ, അമ്മ, മുത്തശ്ശി, അവളുടെ അമ്മായച്ചൻ, എല്ലാം തീർന്നില്ലേ?
അതെല്ലാം പോട്ടെ, സഹിച്ചും ക്ഷമിച്ചും ജുങ്ക നീ എല്ലാം മനസ്സിലടക്കി വെക്കുന്ന ഉള്ളി പറഞ്ഞോണ്ടിരുന്നു. നീ ഒരു തിയേറ്റർ ഓണർ ആയതിനു ശേഷം നിന്റെ ഇഷ്ടം ആ പെണ്ണിനോട് പറയാമെന്ന് കരുതി ക്ഷമിച്ചിരുന്നപ്പോഴാ അവളുടെ ഒരു സോങ്. സോറി, ഒന്ന് കേട്ടോ നീ. ഒരു കാര്യം മാത്രം നന്നായിട്ട് ഓർത്തു വെച്ചോ. ഇന്ത്യയിൽ തന്നെ ഫേമസ് ആയ ഡോൺ ജുങ്ക അവിടെ നിന്നും നിന്നെ അന്വേഷിച്ച് വന്ന് നിനക്ക് വേണ്ടി 28,47,038 രൂപ ചെലവ് ചെയ്ത് നിന്നെ ഇറ്റാലിയൻ മാഫിയയിൽ നിന്ന് രക്ഷിച്ചിരിക്കുകയാണ്. അവനെ നീ മറക്കരുത്. ജീവിതം വഴിമുട്ടിയവരുടെ അവസ്ഥ നിനക്കറിയില്ല കൊച്ചേ, അത് മനസ്സിലാവില്ല. സന്തോഷമായിട്ട് ജീവിക്കേ. ഞാൻ എന്ത് ചെയ്തു? പോയിക്കോ. ഇപ്പോഴും എനിക്ക് നിന്നെ ലോക്ക് ചെയ്യാം. ഇഷ്ടപ്പെട്ടു പോയി. ഇതിൽ നിന്ന് ഒന്ന് മനസ്സിലായി, ഒരു ഡോൺ ആരെയും സ്നേഹിക്കാൻ പാടില്ല. അങ്ങനെ ഒന്നും ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താവെന്നുള്ളതിന് ഞാനാണ് ഉദാഹരണം. പോയിക്കോ. പോയില്ലേ, എല്ലാം പോയില്ലേ. പിന്നൊരു ഏയ് 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 യാഴിനി, ഒരു സ്ഥലത്തും അടങ്ങിയിരിക്കില്ല. അച്ഛനും മകളും കൊള്ളാം. അച്ഛൻ നിനക്ക് തിയേറ്റർ തരും. അച്ഛ അദ്ദേഹത്തെ ഡാന്നൊന്നും വിളിക്കാം. ഞാൻ തിയേറ്റർ എഴുതി തരാം. അവളെ വിട്ടേക്ക് പ്ലീസ്. ഇപ്പൊ തന്നെ കൊടുക്കാം. ഇപ്പൊ തന്നെ എഴുതി കൊടുക്കാം. ഇപ്പൊ എത്തി മോളെ ഇവിടെ തന്നെ ഉണ്ട്. വിളിച്ചോണ്ട് വാ. എന്തുവരും സാറേ? ജുങ്ക വീണ്ടും അവളെ കിഡ്നാപ്പ് ചെയ്തു. ഇവരെ മുകളിലേക്ക് വിളിച്ചോണ്ട് വാ. എന്താ വിചാരിച്ചേ? പൊക്കടാ പൊക്ക്. വേഗം അവരെ വിളിച്ചോണ്ട് വാ. മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. രജിസ്ട്രേഷൻ നടത്തണം. വരൂ. വേഗം ഇപ്പൊ കഴിയും മോളെ, ഇപ്പൊ കഴിയും. ഒരു മിനിറ്റ്. പേജ് മറിക്ക്. ഞാൻ സൈൻ ചെയ്തു മോളെ. സൈൻ ചെയ്ത് കഴിഞ്ഞോ? ഇനി അവർ സൈൻ ചെയ്യണം, അത്രേ ഉള്ളൂ. അതോടെ കഴിയും. സൈൻ ചെയ്യ്, വേഗം സൈൻ ചെയ്യേ. മോളെ അവർ സൈൻ ചെയ്തോണ്ടിരിക്കുക. വേറെ എന്തെങ്കിലും വേണോ? മതി. സൈൻ ചെയ്ത് കഴിഞ്ഞു മോളെ, കഴിഞ്ഞു. ഫോൺ കൊടുത്തേ. നിന്റെ മോനോട് സംസാരിക്കേ. ജുങ്ക, മോനെ അമ്മയാണോ സംസാരിക്കുന്നേ? സുഖാണോ? അമ്മ എന്താ വിളിക്കാഞ്ഞേ? മോനെ സുഖാണോ? വിശേഷങ്ങൾ ചോദിക്കാതെ തിയേറ്റർ കിട്ടിയെന്ന് പറ. പിന്നെ ചെട്ടിയാര് ഈ പത്രത്തിലെല്ലാം ഒപ്പിട്ട് തന്നോട്ടോ. ചെട്ടിയാര് നല്ല മനുഷ്യനാ, നമ്മള് വിചാരിച്ച പോലെ അല്ല കേട്ടോ. മോനെ അവളെ ഒന്നും ചെയ്യല്ലേ. ചെട്ടിയാര് പത്രത്തിൽ ഒപ്പിട്ട് തന്നല്ലോ, പിന്നെന്താ? ഞാൻ പറഞ്ഞാ കേൾക്കും. നിങ്ങൾ ധൈര്യമായിട്ടിരുന്നു. ഫോൺ പിടിക്ക്. മോളെ അറിയോക്കെ? രജിസ്ട്രേഷൻ ഒക്കെ കഴിഞ്ഞു. ദൈവമേ ജുങ്ക, നീ പറഞ്ഞതുപോലെയൊക്കെ നടത്തിയല്ലോ. ഈശ്വരാ. എല്ലാം കഴിഞ്ഞല്ലോ അല്ലേ ചെട്ടിയാരെ? My God. ഹായ് ജുങ്ക. ഹായ്. കൺഗ്രാറ്റ്സ്. PRI കോണ്ടാക്ട് ചെയ്ത് നമ്മുടെ ആൾക്കാരെ നമ്മുടെ കൈ തന്നിട്ട് ഈ പെൺകുട്ടിയെ തിരിച്ചു കൊണ്ടുപോകണം പറ. അപ്പോ പറഞ്ഞതുപോലെ അവസാനം എന്താ സ്റ്റൈലായിട്ട് പറഞ്ഞില്ലേ? അതെന്താ? പോലീസ് അവന്റെ ലീഡറിനെ വിട്ടത് നിന്നെ കൊല്ലാൻ പറഞ്ഞു. മാഫിയ ഗ്രൂപ്പിന്റെ ശ്രദ്ധ മുഴുവൻ നമ്മൾ കൂട്ടിക്കൊണ്ടുവരുന്ന മാഫിയ തലവന്റെ മേലായിരിക്കും. ആ ഇന്ത്യക്കാർ നമ്മളുടെ അടുത്തേക്ക് വന്ന ഉടനെ ഞാൻ മാഫിയ ലീഡറിന്റെ ലോക്ക് റിലീസ് ചെയ്യും. അപ്പോൾ പൊസിഷനിലുള്ള നമ്മുടെ സ്നൈപ്പർ ആ ഇന്ത്യൻ പെൺകുട്ടിയെ ഷൂട്ട് ചെയ്യും. അത് മാഫിയയ്ക്ക് ഒരു വലിയ ഷോക്കാവും. ആ ഇന്ത്യൻ പെൺകുട്ടിയെ കൊന്നതിന് പകരമായി മാഫിയ ലീഡറെ ഞാൻ ഷൂട്ട് ചെയ്തു കൊല്ലും. അപ്പോൾ അവിടെയുള്ള മൊത്തം മാഫിയ ഗ്രൂപ്പും നമ്മളെ കൊല്ലാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഓടി വരും. ആ അവസരം ഉപയോഗിച്ച് എല്ലാ മാഫിയക്കാരെയും നമ്മൾ കൊന്നൊടുക്കുകയും
എനിക്ക് അവൻ വെടിയൊക്കെ വെച്ചാവുന്നുള്ള പേടിയൊന്നുമില്ല. ഞാൻ മരിച്ചതിന് ശേഷം എൻ്റെ അമ്മയും മുത്തച്ഛനും കൂടി ആ തിയേറ്റർ എന്ത് ചെയ്യുന്നുള്ള പേടി മാത്രമേ ഉള്ളൂ. എൻ്റെ ലൈഫിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് കൊച്ചെ. രംഗ, ലിംഗ, ജുങ്ക എന്ന് പേരുള്ള 3 തിയേറ്റർ കെട്ടണം. ജനങ്ങൾ സിനിമ കാണാൻ തിരക്കിട്ട് വരണം. കുറച്ചും കൂടി ഒന്ന് ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ ജുങ്ക തിയേറ്റർ 2 തുടങ്ങാം. ഇതാണോ ഇപ്പൊ അത്യാവശ്യം? 2 ജുങ്ക തിയേറ്റർ മസ്റ്റാ, അതറിയാമോ? അതെ, പണക്കാരിയായി നീ സോറി അറിയാതെ കൈക്കൊടിച്ചതാ. ഞാനൊരു കാര്യം പറയട്ടെ, എന്റെ നേരെ നോക്ക്, വായിലേക്കല്ല കണ്ണിലേക്ക് നോക്ക്. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. ജുങ്ക മരിക്കുന്നതിന് മുമ്പ് ഒരു പ്രധാന കാര്യം പറഞ്ഞെന്ന് എന്റെ മുത്തശ്ശിയോട് പറയണം. ജുങ്ക എന്തെങ്കിലും പ്ലാൻ ചെയ്യണം. അവനെന്തോ സീരിയസ് ആയിട്ട് സംസാരിച്ചോണ്ടിരിക്കുകയാണ്. പോപ്കോണിന്റെ വില സിനിമ ടിക്കറ്റിനേക്കാളും കൂടിനെങ്ങനെ വെച്ചോ? മരിച്ച് പ്രേതമായിട്ട് വന്ന് കൊന്നോളെന്ന് പറഞ്ഞേക്ക്. ഇതങ്ങനെ തന്നെ പറഞ്ഞേക്ക്. വായടക്കി. നിനക്കെന്നെ ഇഷ്ടമാണോ? സമയമില്ല, പെട്ടെന്ന് പറ. അത് തിയേറ്ററിന് വേണ്ടി നിന്റെ പുറകെ കുറെ നാളിങ്ങനെ അലഞ്ഞില്ലേ? ആ സമയം തൊട്ട് ഇവിടെ ഒരുമാതിരി ഇവിടെ ഇങ്ങനെ ഹാർട്ടായിട്ട് മനസ്സിലായോ? എന്തോ കണക്ട് ആയെന്ന്. ഇതിപ്പോ മരിക്കാൻ പോകുന്ന ഒരു ധൈര്യത്തിലങ്ങ് പറഞ്ഞതാ. ഇല്ലെങ്കിൽ ഒരിക്കലും പറയില്ലായിരുന്നു ഈ ജുങ്ക. ഐ ആം എ മാൻ. നീ പെട്ടെന്നൊന്നും ചാവില്ല. ഞാൻ അങ്ങോട്ട് പോയതും പോലീസിന്റെ അടുത്ത് നീ എന്നെ രക്ഷപ്പെടുത്തിയെന്ന് പറയും. നീ അവിടെ അവന്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ പറയും. അതിന് അവരുടെ ഭാഷയിൽ 2 ഞഞ്ഞാവഞ്ഞ് പറഞ്ഞ് നിന്നെ അങ്ങ് വെറുതെ വിടും. അതിനുശേഷം എന്നെ നിർത്തി ചറവറന്ന് വെടിവെച്ച് താഴെ ഇട്ടിട്ട് അവന്മാരുടെ പാട്ടങ്ങ് പോകും. എന്റെ അമ്മയോടും മുത്തച്ഛയോടും സന്തോഷമായിട്ട് ജീവിക്കാൻ പറയണം. തിയേറ്റർ നന്നായിട്ട് നോക്കാനും പറയണം. ആ തിയേറ്ററിന് മുമ്പിൽ എന്റെ ഇതുപോലെ ഒരു പ്രതിമ വെക്കാനും പറഞ്ഞേക്ക്. ജുങ്ക മരിച്ചു പോയാലും അവന്റെ തിയേറ്റർ നിലനിൽക്കണം. ജയ് ഹിന്ദ്. നീ പെൺകുട്ടിയും കൂട്ടിക്കൊണ്ട് പോവാനല്ല പറഞ്ഞേ. സേഫായി, തിയേറ്ററും സേഫായി. തിയേറ്റർ കൈമാറുന്നതിൽ ഒരു ചെറിയ കുഴപ്പമുണ്ട്. അതെന്താ? അങ്ങനെ തിയേറ്റർ മാത്രമായിട്ട് തരാൻ പറ്റില്ല. അപ്പൊ കണക്റ്റായോ? കണക്റ്റായല്ലേ? മാഫിയ ഗാങ് ലീഡറിനെ ഷൂട്ട് ചെയ്തേ. പോലീസിന്റെ അടുത്ത് പോയ സേഫായിരിക്കുന്ന യാഴിനി വിശ്വസിച്ചു. യാഴിനിയെ വെടിവെക്കാൻ പോലീസും പ്ലാൻ ചെയ്തു. മാഫിയ ഗ്യാങ് ആണെങ്കിൽ എന്നെ വെടിവെക്കാനും പ്ലാൻ ചെയ്തു. മാഫിയ ലീഡറെ വെടിവെച്ച മാഫിയ ഗ്യാങ് പോലീസിനെ വെടിവെക്കും. പകരത്തിന് പോലീസ് മാഫിയ വെടിവെക്കും. അതിനുശേഷം അവരുടെ പാടായി. ഞാനും യാഴിനിയും പതുക്കെ അവിടെ നിന്ന് മുങ്ങി. അപ്പൊ ഫ്രാൻസ് പോലീസ് നിങ്ങളുടെ പേര് കേസെടുത്തിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഫ്രാൻസ് പോലീസിനോട് യാഴിനി കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഞാൻ മാഫിയ ലീഡറെ കൊന്ന ബഹുമതിക്ക് അവർക്ക് അവാർഡ് കിട്ടുകയും ചെയ്തു. ഞങ്ങളെ റിലീസും ചെയ്തു. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? മറ്റുള്ള തിയേറ്ററെ അപേക്ഷിച്ച് നോക്കുമ്പോ ഈ തിയേറ്റർ വളരെ ലാഭമുണ്ട്. എല്ലാം നല്ലതുപോലെ തന്നെയല്ലേ പോയത്? ഓരോ പോലീസിനെയും ഇത്ര ആൾക്കാരെയും പറ്റിച്ച് ഞങ്ങളുടെ കയ്യിൽ തന്നെ വന്ന് വിട്ടില്ലേ? എല്ലാ സാമ്രാജ്യവും നശിച്ചു പോയത് ഒരു വൻ ചതിയുടെ തുടക്കമായിരുന്നു.
നമ്മളോട് പറയാൻ കഥ സ്റ്റോക്കില്ലെന്നാ തോന്നുന്നത്. പാർട്ട് 2 വേണ്ടിയുള്ള തയ്യാറെടുപ്പാ. ഇൻട്രസ്റ്റ് കാണിക്കേണ്ടത്. അതങ്ങനെയൊന്നും അല്ല സാറേ. ഞാൻ പാരീസിൽ നിന്ന് വന്ന ദിവസം പിള്ളേർ സക്സസ് പാർട്ടി ചോദിച്ചു. അങ്ങ് കൊടുക്കാൻ പാടില്ലായിരുന്നു. ഇപ്പൊ കൈ നിറച്ച് സ്വത്തം പണമൊക്കെ ഉണ്ടല്ലോ, പിന്നെന്താ? ഞാൻ ആ പാർട്ടി നടത്തി. എന്തോന്നാ ജുങ്ക ഇത്? ഈ ഉപ്പുമാവാടാ. ഈ ഉപ്പുമാവ് കഴിക്കാനാണോ നീ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? എടാ, ഇത്രയും വലിയ കാശുകാരനായിട്ടും ഇപ്പോഴും ഉപ്പുമാവോ? ശരി, ഓക്കെ. ഈ ഉപ്പുമാവില് അല്പം പഞ്ചസാരയും അല്പം കശുവണ്ടി ഇട്ട് കലക്കിയിരുന്നെങ്കിൽ ഈ സന്തോഷം വലിയൊരു മധുരമായി തീർന്നേനെ അല്ലേ? അതിൽ ചേരുവൊന്നും ചേർക്കാതെ കടുകും തളിക്കാതെ അണ്ടാവനകത്ത് വേവിച്ചു കൊണ്ട് വെച്ചിരിക്കാവൻ. എന്നാ എനിക്കറിയില്ലേ പഞ്ചസാര? എനിക്കറിയില്ലേ എന്തോന്നറിയാന്നു? അതിട്ട് എന്താ വരാ? എന്ത് വരും? മധുരം കഴിച്ചാൽ ഷുഗർ വരും. ഷുഗർ വന്നാൽ BP വരും. ഞാൻ നിങ്ങളെ മാത്രമല്ല, നിങ്ങളെ നിങ്ങളുടെ കുടുംബത്തെ പറ്റി ആലോചിക്കുന്നുണ്ട്, അറിയാമോ? ഞങ്ങൾ ആലോചിച്ചു. എന്താലോചിച്ചെന്നാ? ആലോചിച്ചു. അതാ ചോദിച്ചാ എന്താ ആലോചിച്ചെന്ന്? അവനും ആലോചിച്ച തന്നെ ഞാനും ആലോചിച്ചത്. അല്ല, മനസ്സിലായി. കാലന്മാർക്ക് ഉപ്പുമാവ് അപ്രൂവ്ഡായി. ഇത്രയധികം സമ്പാദിച്ചിട്ട് നീ ആ ഉപ്പുമാവിനകത്തങ്ങ് വീണുപോയെങ്കിലേ നിന്നെ കൊല്ലുന്നതിൽ ഒരു തെറ്റുമില്ലടാ. സാർ, ചുങ്കയെ കാണുന്നില്ല സാർ. എന്റെ പോക്കറ്റ് കിടന്ന ഫോണും കാണുന്നില്ല സാർ. എടോ, എന്താണോ ഇത്? തന്റെ ഫോണിൽ നിന്ന് എനിക്ക് കോൾ വരുന്നേ. ഫോൺ താൻ വീട്ടിൽ വെച്ചിട്ടാണോ വന്നേ? സാർ, നിങ്ങൾക്കൊന്നും പറ്റില്ലല്ലോ. ഞങ്ങൾക്കൊരു കുഴപ്പമില്ല. നിങ്ങൾ ആരായി സംസാരിക്കുന്നേ? സാറേ, പോലീസിന്റെ പ്രിയപുത്രൻ ജുങ്കയാ സംസാരിക്കുന്നേ. സാറേ, നിങ്ങൾ എന്നെ ഇല്ലീഗലായിട്ട് കൊല്ലാനല്ലേ ശ്രമിച്ചത്? നമുക്കത് ലീഗലായിട്ട് കൈകാര്യം ചെയ്യാം സാറേ. നേരിട്ട് വന്ന് നമുക്ക് സംസാരിക്കാം. നോ സാർ, റണ്ണിംഗ് സാർ. ജുങ്ക റണ്ണിംഗ് സക്സസ്ഫുള്ളി സാർ. എന്റെ ഫിലിം ബൈ ഗോകുൽ ജി. താങ്ക്സ് ഉണ്ട്. ഡയലോഗ് മറന്നുപോയല്ലേ? അതെന്താ? നാട് മൊത്തം പാടി വരൂ, ചീറി വരൂ സിംഗക്കുട്ടി. എന്റെ മുൻപിൽ ഒന്ന് വന്നാൽ നിറഞ്ഞു നിൽക്കൂ. വൺ മോർ, ഒരു പ്രാവശ്യം കൂടി പോകാം. ആ ഞണ്ടുകറി കൂടി എടുത്തോ കേട്ടോ. സോറി, എക്സ്ട്രീംലി സോറി. കാലം വഴിമാറും, പുതുലോകം ഉളവാകും, മനമോബലമേകും, നിൻ കനവും കതിരാടും. ലക്ഷ്യം ഇതുപോലെ ചെന്നെത്തും വിജയത്തിൽ. വാക്കിൻ വാൾമുനയാൽ നീ മാറ്റും കഥയെല്ലാം പോരാടാ.